ഇവിടെ ആരംഭിക്കുകയാണ്. പ്രാർത്ഥനയോടുകൂടി ഈ ശുശ്രൂഷയിൽ ഏവർക്കും ആയിരിക്കുന്ന ഇടങ്ങളിൽ സംബന്ധിക്കാവുന്നതാണ്. ബഹുമാനപ്പെട്ട തോമസ് കെ മാത്യു അച്ഛനെയും കുടുംബാംഗങ്ങളെയും വേദനയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും ദൈവസന്നദ്ധയിൽ ഓർക്കുന്നു. ദൈവം എല്ലാവരെയും ആശ്വസിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്യട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആകാശവും ഭൂമിയും തന്നെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. പരിപാലിക്കുന്നതിന് വാഴ്ത്തപ്പെട്ടവരാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ മശിഹാതമ്പുരാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മശിഹാതമ്പുരാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മശിഹാതമ്പുരാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപതോ നിങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. നിനക്ക് സ്തുതി. പാപികളാടിയാരോട് കൃപയുന്ന മശിഹാ രാജാവേ നിനക്ക് സ്തുതി. പാർക്കുമോ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടവും ദോഷങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടത രക്ഷിച്ചു കൊള്ളണമേ. രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളതാകുന്നു. ആമേൻ. ജീവന്റെയും മരണത്തിന്മേലും അധികാരമുള്ള ദൈവമായ കർത്താവേ, കൽപ്പന ലംഘനം മൂലം പാപത്തിനും മരണത്തിനും അധീനനായി തീർന്ന ഞങ്ങൾ വർഗത്തെ നിന്റെ ഏകജാതനായ പുത്രൻ മുഖാന്തരം വീണ്ടെടുക്കുകയും പാപത്തിന്മേലും മരണത്തിന്മേലും ഞങ്ങൾക്ക് ജയം നൽകുകയും ചെയ്തിരിക്കുന്നതിനാൽ നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ, തിരുവിഷ്ടപ്രകാരം ഈ താൽക്കാലിക ജീവിതത്തിൽ നിന്ന് വേർപെട്ട ഈ ലോകത്തിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ഈ നിന്റെ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ ഈ സമയത്ത് തിരുസന്നിധിയിൽ ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, ഈ ആയുസിന്റെ അനിത്യത്തെ കുറിച്ചുള്ള ബോധത്തോടും വരുവാനിരിക്കുന്ന നിത്യായുസിനെ കുറിച്ചുള്ള കാത്തിരിപ്പോടും ഞങ്ങൾ ജീവിച്ച് ഭാഗ്യമുള്ള അവസാനത്തിനും സമാധാനമുള്ള പുറപ്പാടിനും യോഗ്യരായി തീരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകുകയും ചെയ്യണമേ. മന്മയനായ ആദാമിൻ മക്കൾക്കു പുനരുത്ഥാനം വാഗ്ദാനം തൻ കൃപയാലേ ചെയ്തവനാം മശിഹാനാഥാ, ജീവനുള്ള നിൻ മരണത്തെ ഞങ്ങൾ വന്ദിച്ചിടുന്നു. നിന്റെ പുനരുത്ഥാനത്തെ ഞങ്ങൾ സ്തുതിക്കുകയും ചെയ്യുന്നു. ഉന്നതരാജൻ സൈന്യവുമായി ഉദിക്കുമ്പോൾ കുഞ്ഞാടിന്റെ രക്തത്തിൽ കുളിച്ചവരെല്ലാം തിരുമുൻപാകെ നിന്നിടുമേ. തൃത്വരഹസ്യമായുള്ള പിതൃപുത്രാത്മാക്കൾക്കെന്നും സ്തുതിയും വന്ദനവും പുകഴും ഉന്നതിയും നാമേറ്റേണം. നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കണ്ണുകളും അപേക്ഷിക്കണം. അനുഗ്രഹിക്കുന്നതിനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾക്ക്
സഹായം ചെയ്യണമേ. സ്തുതിയും സ്തോത്രവും ദേശം മാഞ്ഞു പോകാത്ത മഹിമയും എല്ലായ്പ്പോഴും നിരന്തരേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായിത്തീരണമേ. സ്വഭാവപ്രകാരം ജീവനുള്ളവനും ജീവൻ നൽകുന്നവനും മരിച്ചൊരു പ്രത്യാശയും പൊടിയിൽ നിന്ന് പ്രാപിക്കുന്നവരെ ഉയർത്തിയേൽപ്പിച്ചവർക്ക് സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നവനും അന്ധകാരത്തെ പ്രകാശിപ്പിക്കുന്ന രശ്മിയും മരണത്തെ കൊന്നവനും പാതാളത്തെ ജയിച്ചവനും തന്റെ സൃഷ്ടിയെ പുതുതാക്കുന്നവനുമായ മിശിഹാതമ്പുരാന് തന്റെ ദാസന്റെ സംസ്കാര ശുശ്രൂഷയുടെ നേരം നമ്മുടെ ആയുസ്സിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനം അതിന് യോഗ്യമായിരിക്കുന്നു. ദൈവമായ അർത്ഥാവയില്ലായ്മയിൽ നിന്ന് സകലത്തെയും നിർമ്മിച്ചുണ്മയിലേക്ക് നീ വരുത്തി. നീ മനുഷ്യനെ സൃഷ്ടിച്ചു. രാജകീയമായ അവസ്ഥ കൊണ്ട് അവനെ നീ ശ്രേഷ്ഠനാക്കി. നല്ലതിനെ തിരഞ്ഞെടുക്കുന്നതിനും ദോഷമായുള്ളതിനെ ത്യജിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യവും സ്വയാധികാരവും നീ അവന് കൊടുത്തു. വഞ്ചകനായവൻ മൂലം അവൻ കൽപ്പന ലംഘനത്തിൽ അകപ്പെട്ടു. അവൻ മണ്ണായിരുന്ന പ്രകാരം മണ്ണിലേക്ക് തിരികെ ചേരുമെന്നുള്ള വിധി അവൻ സമ്പാദിക്കുകയും ചെയ്തു. കരുണകളുടെ പിതാവും സകലാശ്വാസത്തിന്റെയും ദൈവമേ, അവനെ വഴിതെറ്റവനായ ശേഷം തള്ളിക്കളയാതെ സർവ്വലോകത്തിന്റെയും പരമവൈദ്യനായി നിന്റെ ഏകപുത്രനെ നീ അയച്ച് അവന്റെ മഹത്വമുള്ള മരണം കൊണ്ട് മനുഷ്യനെ നീ രക്ഷിക്കുകയും ചെയ്തു. മനുഷ്യരെ സ്നേഹിക്കുന്ന കർത്താവേ, ദുഃഖം നിറഞ്ഞ ഈ ആയുസ്സിൽ നിന്നും ഐശ്വര്യമുള്ളതും നിലനിൽക്കുന്നതുമായ ലോകത്തിലേക്ക് നീങ്ങിപ്പോയിരിക്കുന്ന ഞങ്ങളുടെ ഈ സഹോദരന്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ ഈ നേരത്ത് ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമെന്ന് നിന്നോട് ഞങ്ങൾ യാചിച്ചു കൊള്ളുന്നു. ദൈവമായ കർത്താവേ, നിന്റെ ഏകജാതനായ പുത്രൻ രണ്ടാമത് എഴുന്നള്ളി പ്രത്യക്ഷനാവുകയും നല്ലവരുടെയും ദുഷ്ടന്മാരുടെയും പ്രവൃത്തികൾക്ക് തക്കവണ്ണം പ്രതിപകരം ചെയ്യുകയും ബുദ്ധിയോടെ അധ്വാനിച്ച വേലക്കാർക്ക് രാജ്യം അവകാശമായി കൊടുക്കുകയും ദുഷ്ടന്മാർ പ്രകാശമില്ലാത്ത അന്ധകാരത്തിലേക്ക് തള്ളപ്പെടുകയും ശുദ്ധിമാന്മാർ പ്രകാശത്തിന്റെ കൂടാരങ്ങളിൽ ചേർത്ത് കൊള്ളപ്പെടുകയും കർത്താവേ, നീ നീതിയുള്ളവനും നിന്റെ വിധികൾ എത്രയും സത്യമുള്ളവയാകുന്നു എന്ന് ഇരുഭാഗക്കാരും ഉച്ചത്തിൽ വിളിച്ചു പറയുകയും ചെയ്യുമ്പോൾ തിരുനാമത്തിൽ മാമോദിസ ഏറ്റവനും ദൈവീകമായ ശുശ്രൂഷകൾ സംബന്ധിച്ചവനും നിന്റെ ഏകപുത്രന്റെ ക്രൂശാരോഹണത്തിൽ ആശ്രയിച്ചവനുമായവൻ ആഴമുള്ള പാതാളത്തിൽ കൈവിടപ്പെടുകയില്ലെന്നും കെട്ടുപോകാത്ത അഗ്നിജ്വാലയിൽ വേദനപ്പെടുകയില്ലെന്നും നിന്റെ മുഖപ്രകാശം കൊണ്ട് ഇവൻ സന്തോഷിക്കുകയും നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ ചേരുകയും നിന്റെ സേവകരുടെ പന്തിയിൽ എണ്ണപ്പെടുകയും പരമഭാഗ്യങ്ങൾ അവകാശമായി അനുഭവിക്കുകയും ചെയ്യുമെന്നുള്ള പ്രത്യാശയിൽ ഈ നിന്റെ ദാസന്റെ വേർപാടിൽ ഞങ്ങൾ ആശ്വസിക്കുകയും തമ്മിൽ ആശ്വസിപ്പിക്കുകയും ഭാഗര്യവും മഹത്വരമായി പ്രത്യാശയ്ക്കായി നിന്നെ ഞങ്ങൾ വാഴ്ത്തുകയും ചെയ്യുന്നു. കാരുണ്യവാനായ കർത്താവേ, മനസ്സലിവുള്ള ദൈവമേ, ഈ ദാസന്റെ മരണത്തെയും വേർപാടിനെയും കുറിച്ച് ദുഃഖിച്ചും വിഷാദിച്ചും ഇരിക്കുന്നവരായ ഞങ്ങളെയും പ്രത്യേകമായി ഈ ദാസന്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും നിന്റെ കരുണയുടെ മഹത്വത്താൽ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുമാറാകണമേ. ഇവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരിനെയും ഇവരുടെ ഹൃദയത്തിൽ നിന്ന് അതിവേദനകളെയും നീക്കിക്കളയണമേ. ആകുലതയില്ലാത്ത സമാധാനം കൊണ്ട് ഇവരെ സമാധാനപ്പെടുത്തണമേ. ആശ്വാസമില്ലാത്ത മനോവ്യസനത്തിൽ നിന്ന് ഇവരെ വിടുവിക്കണമേ. തീരാത്ത ദുഃഖത്തിൽ വീഴാതിരിപ്പാൻ ദൈവീകമായ നിന്റെ പ്രത്യാശ കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ താങ്ങണമേ. നിന്റെ ശക്തിയുള്ള വലങ്കൈ കൊണ്ട് വിശുദ്ധന്മാരുടെ പൂർണ്ണതയിലേക്ക് ഇവരെ നടത്തണമേ. പ്രത്യാശ ഇല്ലാത്തവരെ പോലെ ദുഃഖിച്ച് നിരാശപ്പെടാതെ നിന്നിലുള്ള വിശ്വാസവും ആശ്രയവും കൊണ്ട് ഇവരാശ്വാസവും സമാധാനവും പ്രാപിക്കുമാറാകണമേ. ആത്മീയവും ലൗകികവുമായ സകല അനുഗ്രഹങ്ങൾ കൊണ്ടും ഇവരെ സന്തുഷ്ടിയുള്ളവരാക്കണമേ. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് ചൊല്ലി നീതിമാനായ യോബിനെ പോലെ നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഇവരെ ശക്തിപ്പെടുത്തണമേ. കർത്താവെ, ഞങ്ങൾ അവസാനത്തെ നീ അറിയുന്നത് കൊണ്ട് ഞങ്ങളുടെ ജീവന് നീ അവസാനം വരുത്തുമ്പോൾ ഈ ലോകത്തു നിന്നുള്ള പുറപ്പാടിന് ഒരുക്കമുള്ളവരും കാത്തിരിക്കുന്നവരുമായി ഞങ്ങൾ കാണപ്പെടുമാറാകണമേ. നിന്റെ സിംഹാസനത്തിന് മുൻപാകെയുള്ള ശ്രേഷ്ഠമായ നില ഞങ്ങൾക്ക് ദാനം ചെയ്യണമേ. അറുതിയില്ലാത്ത മനുഷ്യ സ്നേഹത്താൽ ഞങ്ങളെ എല്ലാവരെയും ഓർത്തുകൊള്ളണമേ. നിന്റെ പരിശുദ്ധന്മാരുടെ ഗോത്രത്തിൽ നിനക്കും നിന്റെ പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുവാൻ ഞങ്ങൾ അർഹരായി തീരുകയും ചെയ്യുമാറാകണമേ. മരിച്ചവരെ പുനർജീവൻ അടുത്തല്ലോ
അവരിടയിൽ നീ താഴ്ത്തപ്പെട്ടല്ലോ. പാതാളത്തിൽ നീ യാത്ര ചെയ്തല്ലോ. ആദാമേൻ സുതരെ നീ ഉയർപ്പിപ്പാനെത്തുമ്പോൾ നിന്നിൽ വിശ്വസിച്ചവരാം അടിയാരെ ഉയർപ്പിക്കാം. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 12 മുതൽ 19 വരെയുള്ളതായ വാക്യങ്ങൾ. 1 Corinthians chapter 15 verses 12 to 19. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ച് വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചയുടെ പുനരുത്ഥാനം ഇല്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചയുടെ പുനരുത്ഥാനം ഇല്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർന്നിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മരിച്ചവർ ഓർക്കില്ല എന്ന് വരികയിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചുവെന്ന് ദൈവത്തിന് വിരോധമായും സാക്ഷ്യം പറയുകയാൽ ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികൾ എന്ന് വരും. മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്തെ. നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരും നശിച്ചുപോയി. നാം ഈ ആയുസിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരും അരിഷ്ടന്മാരത്രേ. ഉത്തരവരുള ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിനക്ക് സ്തുതി. കർത്താവേ നിനക്ക് സ്തുതി. എന്നേക്കും ഞങ്ങളുടെ സർവ്വമേ നിനക്ക് സ്തുതി. പാർക്കുമോ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങൾക്ക് ആരോട് ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ ദോഷങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലെ പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടം രക്ഷിച്ചുകൊള്ളണമേ. രാജ്യവും ശക്തിയും മരണമുള്ളവരാ ഞങ്ങളെ പാപമരണത്തിൽ നിന്ന് വീണ്ടെടുപ്പാൻ ഇടപ്രകാരം മരിച്ച നല്ലവരും മരണമില്ലാത്തവനുമായ കർത്താവേ, നിന്റെ മരണത്താൽ മരണത്തിന്റെ ശക്തിയെ നീ ഇല്ലാതാക്കി. നിന്റെ കൃപയാൽ ആദാമിനെയും അവന്റെ സന്താനങ്ങളെയും പാപമരണത്തിൽ നിന്ന് നീ വീണ്ടെടുത്തു. നിന്റെ കപടകത്താൽ പാതാളത്തിന്റെ സാക്ഷാകളെ നീ തകർത്തു. നിന്റെ ഉയർത്തുന്നേപ്പിനാൽ ഞങ്ങളുടെ ഉയർത്തുന്നേപ്പിനെ നീ സ്ഥിരപ്പെടുത്തുകയും ചെയ്തു. കർത്താവേ, അരക്ഷതയുള്ള ഈ ലോകത്തു നിന്നും മരണം മൂലം നീ വിളിച്ച വേർപെടുത്തിയിരിക്കുന്ന ഈ നിന്റെ ദാസന്റെ സംസ്കാരത്തിന്റെ സമയത്ത് നിന്റെ കരുണയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയിലെ സകല സന്താനങ്ങൾക്കും ഭാഗ്യങ്ങളുടെ മണർവയും സന്തോഷങ്ങളുടെ പന്തിക്കരിപ്പും ആനന്ദങ്ങളുടെ വാസസ്ഥലവും സൗജന്യമായി നൽകണമേ. അവസാനത്തിൽ മഹത്വത്തോടെ നേടുന്നുള്ളുകയും ഭൂതലത്തെ നീതിയോടെ ന്യായം വിധിക്കുകയും ഓരോരുത്തരും അവനവന് യോഗ്യമായിരിക്കുന്ന പ്രകാരം പ്രതിഫലം കൊടുക്കുകയും ചെയ്യുമ്പോൾ നിന്റെ വലത്ത് ഭാഗത്തെ മക്കളായ കുഞ്ഞാടുകളോടുകൂടെ ചേരുവാൻ ഞങ്ങളെയും യോഗ്യതരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായിക്കുമായ ദൈവമേ, സ്തുതിയും സ്തോത്രങ്ങൾ പാടുകയും ചെയ്യുമാറാകണമേ. നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. അനുഗ്രഹിക്കുന്നതിനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല മഹിമയും എല്ലായ്പ്പോഴും നിരന്തരം കരേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. തന്റെ ശ്രേഷ്ഠയുടെ പ്രകാശത്തിന്മേൽ മേലുള്ളവർക്ക് ഭ്രമിക്കുകയും തന്റെ മഹത്വത്തിന്റെ വെളിപാടിങ്കൽ മാലാകമാർ വിസ്മയിക്കുകയും ചെയ്യത്തക്കവനായുള്ളവർ നീതിയുടെ സൂര്യനും നിന്റെ പ്രകാശത്തിന്റെ കതിരുകൊണ്ട് ഖബറിലുള്ളവരെ ദർശിക്കുകയും തന്റെ ഭംഗിയുള്ള ശോഭ കൊണ്ട് അന്ധകാരത്തെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്ന സാക്ഷാൽ പ്രകാശവും തന്റെ ശക്തിയുള്ള ശബ്ദം കൊണ്ട് മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും
തന്റെ തിരുവിഷ്ടത്തിന്റെ ആംഗ്യത്താൽ നിദ്ര പ്രാപിച്ചിരിക്കുന്നവരെ ഉണർത്തുകയും ചെയ്യുന്ന ജീവനുള്ളവനും ജീവനുള്ളവരുടെയും മരിച്ചവരുടെയും ന്യായാധിപനുമായിരിക്കുന്ന മശീഹാതമ്പുരാന് തന്റെ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷ നടത്തുന്ന ഈ സമയത്തും നമ്മുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. നിത്യപിതാവായ ദൈവത്തിന്റെ ശക്തിയും ജ്ഞാനവുമാകുന്ന മശീഹാതമ്പുരാനെ, നീ സകല സൃഷ്ടികളുടെയും സൃഷ്ടാവും ജീവദാതാവും ജീവനോടിരിക്കുന്ന നീതിമാന്മാരുടെയും വിശുദ്ധരുടെ ദൈവവും മണ്ണിൽ നിന്ന് പ്രാപിച്ചിരിക്കുന്നവരുടെ സാക്ഷാത്ഥാനമാകുന്നു. മഹത്വമുള്ള നിന്റെ പിതാവിന്റെയും സകലത്തിന്റെയും പരിശുദ്ധമായിരിക്കുന്ന നിന്റെ റൂഹായുടെയും തിരുവക്ഷപ്രകാരം ഇല്ലായ്മയിൽ നിന്ന് നീ ഞങ്ങളെ ഉണ്മയിലേക്ക് വരുത്തി ദൈവികമായ നിന്റെ ഭാഗ്യാവസ്ഥയെ ഞങ്ങളെ നീ സംബന്ധിപ്പിച്ചു. ദോഷങ്ങളിലേക്ക് വശീകരിക്കുന്നതായ ആകൽ ക്രിസ്തുവായുടെ വശീകരണത്താൽ നാശത്തിലും ക്ഷയത്തിലും ഞങ്ങൾ വീണുപോയി. നിന്റെ കരുണയാൽ ഞങ്ങളുടെ വീണ്ടെടുപ്പിനെ കരുതി പാപമൊഴികെ യാതൊരു ഭേദവും കൂടാതെ ഞങ്ങളെ പോലെ നീ മനുഷ്യനായി തീർന്നു. നീ ഉയർത്തുന്നേൽപ്പിനാൽ മരണത്തിന്റെ അധികാരത്തെ നീ മായിച്ച് പുതിയ ജീവനെയും ഭാഗ്യകരമായ ഉയർത്തുന്നേൽപ്പിനെയും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്തു. കരുണയുള്ളവനും കൃപ നിറഞ്ഞനുമായ കർത്താവേ, ഈ ചുരുങ്ങിയ ആയുസ്സിനെ വിട്ടുപിരിഞ്ഞിരിക്കുന്ന ഈ നിന്റെ ദാസന്റെ സംസ്കാരത്തിന്റെ സമയത്ത് നിന്റെ ശുശ്രൂഷകരാ ഞങ്ങൾ വിനയഹൃദയത്തോടും നുറുങ്ങിയ ആത്മാവോടും കൂടെ കഴിക്കുന്ന ഈ ശുശ്രൂഷ കൈക്കൊള്ളണമേ. കർത്താവേ, അവസാന നാളിൽ ആത്മാവും ശരീരവും വേർതിരിപ്പാൻ പാടില്ലാതെ വണ്ണം ഒന്നായി ചേരുമ്പോൾ അന്ധകാരത്തിൽ നിന്ന് ഇവൻ രക്ഷ പ്രാപിക്കുകയും നിന്റെ പ്രകാശം കൊണ്ട് ഇവൻ പ്രകാശിക്കുകയും നിന്റെ വിശുദ്ധന്മാരുടെ ആനന്ദങ്ങളിൽ ഇവൻ ആനന്ദിക്കുകയും ഭാഗ്യകരമായ ഭവനങ്ങളിൽ ഇവൻ വസിക്കുകയും നിന്റെ സന്നദ്ധയിലെ നിത്യ സന്തോഷത്തിൽ ഇവൻ പങ്കുകൊണ്ട് സന്തോഷിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ ശരണപ്പെടുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ സത്യപ്രധാനാചാര്യനായുള്ളവേ, നിന്നെ കുറിച്ചുള്ള അറിവിന്റെ പൂർണ്ണതയിൽ ഇവൻ ഇമ്പപ്പെടുകയും നിന്റെ വരവിങ്കൽ പാതാള ബന്ധനത്തിൽ നിന്ന് പൊടിയിൽ നിന്നും ഇവൻ ഉയർത്തുനിൽക്കുകയും കത്തിക്കൊണ്ടിരിക്കുന്ന അഗ്നിയിൽ നിന്ന് ഇവൻ രക്ഷ പ്രാപിക്കുകയും നിന്റെ രാജ്യത്തിന്റെ മേശയിൽ ഇവൻ സന്തോഷിക്കുകയും നിന്റെ തിരുമുഖത്തിൽ തേജസ്സാൽ ഇവൻ മുഖം ശോഭിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുകയും ചെയ്യുന്നു. കാരുണ്യവാനായ കർത്താവേ, കൃപ നിറഞ്ഞ ദൈവമേ, ഈ സമയത്ത് വിലപിച്ചും ദുഃഖിച്ചും ഇരിക്കുന്ന എല്ലാവരെയും ആശ്വസിപ്പിച്ച് പരിഭാഗ്യതയുള്ള നടപടികളിലും വിശുദ്ധ പാതകളിലും നടത്തി ശക്തിപ്പെടുത്തണമേ. ഈ ലോകത്തിൽ പാപം കൂടാതെ ഞങ്ങളെ കാത്തുകൊള്ളണമേ. നിന്റെ കൃപയുടെ ചെറും കീഴിൽ ഞങ്ങളെ മറച്ച് ദുഃഖവും അതിവേദനയുമില്ലാത്തിടമായ സന്തോഷങ്ങളുടെ വാസസ്ഥലത്തേക്ക് ഞങ്ങളെ അടുപ്പിക്കണമേ. കർത്താവേ, മോപ്രസാദത്തോടുകൂടെ നിന്നെ എതിരേൽപ്പാനും ആനന്ദമില്ലാതെ രാജ്യത്തിന്റെ നീതിജ്ഞരോടും വിശുദ്ധരോടും കൂടെ നിന്നെ സ്തുതിപ്പാനും ഞങ്ങൾ അർഹരാക്കണമേ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധവായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരേറ്റുന്നു. ഹോശോ വബുകുൽ സുബാലോൽമീൻ. നമ്മുടെ വഴിയാത്ര അടുത്തിരിക്കുന്നല്ലോ, ഭക്ഷ്യപദാർത്ഥങ്ങൾ നമുക്കായി കരുതിടാം. കുഞ്ഞാട്ടിനുടയ പാവന രക്തത്തിൽ നമ്മുടെ വസ്ത്രങ്ങൾ അലക്കി വെളുപ്പിക്കാം. നിന്തിരുവിഷ്ടം പോൽ മണ്ണാരങ്ങളെ നീ മനഞ്ഞു നിന്നടിയാൻ പാപം ചെയ്തതിനാൽ എങ്ങളെ നരകത്തിൽ കൈവെടിയരുതേ നീ കരുണാവാരിധിയെ. ഉന്നത മണവാളൻ ഉദിക്കും നേരത്ത് ഒരുങ്ങിയിരിക്കുമ്പോൾ ആനന്ദിച്ചിടും. മഹത്വം നാഥനു ബഹുമതി നാഥനു വിശുദ്ധാരൂഹായ്ക്കും വന്ദനവും സ്തുതിയും. ദൈവമായ കർത്താവേ, നിന്റെ കൽപ്പനയാൽ ഞങ്ങളുടെ ഇടയിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ഈ നിന്റെ ദാസനെ യാത്ര അയക്കുന്ന ഈ സമയത്ത് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു.
ഈ ദാസനെ കുറിച്ച് ദുഃഖിക്കുന്നവരായ ഞങ്ങളെയും പ്രത്യേകമായി ദാസന്റെ കുടുംബക്കാരെയും ചാർച്ചക്കാരെയും നിന്റെ സമാധാനത്താൽ സമാധാനപ്പെടുത്തേണമേ. കണ്ണ് കണ്ടിട്ടില്ലാത്തതും ചെവി കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ഗ്രഹിച്ചിട്ടില്ലാത്തതുമായി നിന്നെ സ്നേഹിക്കുന്നവർക്ക് നീ ഒരുക്കിയിരിക്കുന്ന മഹത്തായ ഭാഗ്യങ്ങൾക്ക് ഈ ദാസനും അവകാശിയാകുമെന്നുള്ള പ്രത്യാശയിന്മേൽ ഞങ്ങൾ ആശ്വസിക്കുമാറാകണമേ. എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വന്ന് അകത്ത് പ്രവേശിച്ച് ലോകാരംഭത്തിന് മുൻപേ നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന രാജ്യം അവകാശമായി അനുഭവിച്ചു കൊള്ളുവീൻ എന്നുള്ള സന്തോഷ ശബ്ദം കേൾപ്പാൻ ഞങ്ങൾ എല്ലാവരും യോഗ്യതയുള്ളവരായി തീരുമാറാകണമേ. ഉന്നതത്തിൽ നിന്ന് ഇറങ്ങി വന്ന മരിക്കുകയും മരണത്തെ കൊല്ലുകയും ചെയ്ത ശക്തിയായ തനിക്ക് സ്തുതി. മരണ ദിവസം കയ്പുള്ള ദിവസമാകുന്നു, അത് കരച്ചിലിന്റെയും സങ്കടത്തിന്റെയും ദിവസമാകുന്നു. കർത്താവേ, നീ ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. മരണ ദിവസം എല്ലാ മനുഷ്യനും ഒരു പാനീയമാകുന്നു, എന്നാൽ അത് യൗവന പ്രായത്തിലായാൽ അധികം കയ്പും സങ്കടവുമുള്ളതാകുന്നു. കർത്താവേ, നീ ഞങ്ങളുടെ ആശ്വാസമായിരിക്കണമേ. സഹോദരൻ രക്ഷിക്കുന്നില്ല, സ്നേഹിതൻ സഹായിക്കുന്നുമില്ല എന്നുള്ള പ്രവാചക വചനം നിവൃത്തിയായി. കർത്താവേ, നീ ഞങ്ങളെ സഹായിക്കണമേ. എല്ലാവരും അവനവന്റെ മരിച്ചവരെ കുറിച്ച് ദുഃഖിക്കുന്നത് ന്യായമാകുന്നു. മരണമെല്ലാവരും പിരിച്ചുവിടുന്നത് കൊണ്ട് കരയുന്നത് യുക്തവുമാകുന്നു. കർത്താവേ, നീ ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. കർത്താവേ, മരിച്ചവർ നിന്നാൽ ജീവിക്കുകയും മൃതന്മാർ ഉയർത്തെഴുന്നേൽക്കുകയും അവർ രാജാവകാശമായി സ്തുതി പാടുകയും ചെയ്തതുകൊണ്ട് എല്ലാ നാവുകളിൽ നിന്നും നിനക്ക് സ്തുതി. കർത്താ വിളിക്കും നിങ്ങൾ തുണയ്ക്കായി വരിക. പ്രാർത്ഥന കേട്ടടിയാരുടെ മേൽ ദയ ചെയ്യണമേ. അന്യായം വേട്ടകുന്നു നീതിയോടടുപ്പാൻ ആഗ്രഹിക്കുന്നവർക്കു മരണം ഉപദേഷ്ടാവത്രേ. അധീനതയിലെന്നും വെപ്പാൻ കഴിവില്ലാത്ത ആയുസ്സിന്മേൽ ആശ്രയിക്കരുതെന്ന് മരണം ചൊല്ലുന്നു. ഉത്തരമരുൾകാ ദേവാനുഗ്രഹിക്കാം. ചിത്തം അനുതാപേ നീ വരുത്തിയിടണമേ. സ്ലീയന്മാരുടെ സ്തുതി. കർത്താവേ, നിന്റെ വചനങ്ങളെ തിരിച്ചറിയുന്ന ഞങ്ങൾക്ക് കൃപ നൽകണമേ. എന്നാൽ എന്റെ സഹോദരരെ, നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ള മനുഷ്യരെ പോലെ ദുഃഖിക്കാതിരിക്കണമെന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ യേശു മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തുവെന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവം യേശുവിൽ നിദ്ര കൊണ്ടവരെ അങ്ങനെ തന്നെ അവനോടുകൂടെ വരുത്തുന്നു. എന്നാൽ കർത്താവിന്റെ വരവിൽ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടിട്ടുള്ളവരെ മുൻപിടുകയില്ല എന്നുള്ള ഇതിനെ കർത്താവിന്റെ വചനത്താൽ ഞങ്ങൾ നിങ്ങളോട് പറയുന്നു. എന്തുകൊണ്ടെന്നാൽ കർത്താവ് തന്റെ കൽപ്പനയോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. മസീഹായിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അപ്പോൾ ജീവനോടെ ശേഷിക്കുന്ന നാം ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ അവരോടുകൂടെ ഒരുമിച്ച് മേഘങ്ങളിൽ എടുത്തുകൊള്ളപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ആകയാൽ ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിക്കുന്നവരായിരിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. തന്റെ തിരുമുഖം തന്റെ ദാസന്മാരുടെ മേൽ പ്രകാശിപ്പിക്കണമേ. നിന്റെ കൃപയുടെ മഹത്വത്താൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്യണമേ. ഹല്ലേലൂയാ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ദൈവമായ കർത്താവിന്റെ ആത്മാവോടുകൂടെ ഞങ്ങളെയും യോഗ്യതയുള്ളവരാക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന യോഹന്നാൻ ശ്ലീഹ എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ. വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാവുന്നു. നമ്മുടെ രക്ഷയ്ക്കായി തന്നെ പിതാവിന് സ്തുതി. തന്നെ ഞങ്ങൾ നാം എല്ലാവരുടെയും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കന്യകമറിയാമിൽ നിന്ന് ജനമെടുത്ത ദൈവമായി ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശു മിശിഹായുടെ നടപടി കാലത്ത് ഇവ പ്രകാരം സംഭവിച്ചു. പ്രകാരം ഞങ്ങൾ വിശ്വസിച്ചു കൊണ്ടാടുന്നു. യേശു വരുന്നുവെന്ന് കേട്ടിട്ട് മാർത്ത അവനെ എതിരേൽപ്പാൻ ചെന്നു. മറിയോ വീട്ടിലിരുന്നു. മാർത്ത യേശുവിനോട്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു.
ഇപ്പോഴും നീ ദൈവത്തോട് എന്തപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരുമെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട് നിന്റെ സഹോദരൻ ഉയർത്തുന്നേൽക്കും എന്ന് പറഞ്ഞു. മാർത്ത അവനോട് ഒടുക്കത്തെ നാളിൽ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തുന്നേൽക്കുമെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട് ഞാൻ തന്നെ പുനരുത്ഥാനം ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവനാരും ഒരു നാളും മരിക്കുകയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ എന്ന് പറഞ്ഞു. അവൾ അവനോട് കർത്താവേ, ലോകത്തിൽ വരുവാനിരിക്കുന്ന ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെ എന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടെ ഉണ്ടായിരിക്കട്ടെ. നാം എല്ലാവരും ഒരുമിച്ച് ഭംഗിയോടെ നിന്ന് സങ്കടത്തോടും ദുഃഖത്തോടും ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ശബ്ദത്തോടും കൂടെ കുറിയലായിസോൻ എന്ന് പ്രതിവാക്യമായി ചൊല്ലണം. മരണത്തിന്റെയും വേർപാടിന്റെയും ഉടയവനും ആത്മാക്കളുടെയും സർവജടത്തിന്റെയും ദൈവവും ജീവന്റെയും മരണത്തിന്മേൽ അധികാരമുള്ളവനുമായ മശിഹാ തമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിക്ക് വരാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു എന്ന് അരുളി ചെയ്തവനായ ഞങ്ങളുടെ മശിഹാ തമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനായ മശിഹാ തമ്പുരാനെ നിന്റെ വിശുദ്ധ സഭയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളോടും കൂടെ ഞങ്ങളെയും നിന്റെ രാജ്യത്തിന് യോഗ്യരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തെങ്കിൽ നിന്റെ എതിരേൽപ്പിനായി പുറപ്പെടുവാനും നിന്റെ സകല പരിശുദ്ധന്മാരോടും കൂടെ ഞങ്ങൾ ഒരുമിച്ച് നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധ റൂഹായും സ്തുതിപ്പാൻ തക്കവണ്ണം സന്തോഷം വരുന്ന നിന്റെ ഒത്തുനേപ്പിന്റെ പ്രകാശമുള്ള കതിരുകളെ കൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും ആത്മാക്കളെ പ്രകാശിപ്പിക്കണമേ. നാം ഉച്ചത്തിൽ 3 പ്രാവശ്യം കുറിയലായിസോൻ എന്ന് ചൊല്ലണം. കുറിയലായിസോൻ, കുറിയലായിസോൻ, കുറിയലായിസോൻ. എല്ലാവർക്കും ഇരിക്കാം. സംസ്കാര ശുശ്രൂഷയുടെ 1-2 ഭാഗങ്ങൾ ഇവിടെ പൂർത്തിയായിരിക്കുന്നു. ഫിലഡൽഫിയ റീജിയനിലെ യൂത്ത് ചാപ്ലൻ ബഹുമാനപ്പെട്ട തോമസ് കെ മാത്യുവച്ചനും ഇന്ന് ഈ ആരാധനയിൽ നമ്മോടൊപ്പം സംബന്ധിക്കുന്നല്ലോ. അച്ഛനായിക്കോള് കണ്ടോളൻസ് മെസ്സേജ് നൽകുകയും തുടർന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതാണ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയപ്പെട്ട ജോണിയങ്ങളുടെ വേർപാടിന്റെ ദുഃഖത്തിലായിരിക്കുന്ന എൽസി ആന്റി, ജെയ്സൺ ആൻഡ് ജനീഷ and all loved ones, respected Anish Achan, and all people who are participating in this worship from your homes. നമ്മൾ ഇന്ന് കൂടി വന്നിരിക്കുമ്പോൾ ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് വീണ്ടും ഒരു വ്യക്തിയെക്കുറിച്ച് ചൊല്ലുവാൻ, ദൈവത്തിന് മഹത്വം കരേറ്റുവാനും ദൈവകരങ്ങളിലേക്ക് വീണ്ടും ദൈവം നമുക്ക് അനുഗ്രഹമായി തന്ന ഒരു വ്യക്തിയെ തിരിച്ച് നൽകുവാൻ വേണ്ടിയാണ്. തീർച്ചയായിട്ടും പ്രിയപ്പെട്ട ജോണിയങ്ങളുടെ ജീവിതം ഏറ്റവും അനുഗ്രഹമായിട്ടുള്ള ഒരു ജീവിതമായിരുന്നു. The life that he lived was a simple, but it was a beautiful life. His faith was rooted and his hope was rooted in Christ. അങ്കിളിനെ ഈ ഒരു വർഷത്തിനുള്ളിലാണ് എനിക്ക് പരിചയപ്പെടുവാൻ സാധിച്ചത്. And it's one time that I met them at their residence. He had few words, but then those words were with love and with faith. സ്നേഹവും വിശ്വാസവും നിറഞ്ഞ വാക്കുകൾ എപ്പോഴും തന്റെ ജീവിതത്തിൽ സൂക്ഷിക്കുവാൻ പ്രിയപ്പെട്ട അങ്കിളിന് സാധിച്ചു. Why is a question that we all have. Why should this happen? Even in the gospel portion that we read now, we see at the home of Lazarus, that question was raised, why, Lord? But then the answer that Jesus gives is, I am the resurrection and the life. That is what
കീപ്സ് us going. പലപ്പോഴും എന്തിന് എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ല എങ്കിലും ഹൗ, എങ്ങനെ നമുക്ക് മുൻപോട്ട് പോകുവാൻ സാധിക്കും എന്നാണ് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട എൽസി ആന്റിയും ജെയ്സനും ജനീഷയ്ക്കും ഇത് എപ്പോഴും എങ്ങനെ എന്ന ചോദ്യമൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ it is only in God, it is only in the resurrection of the Lord that you have hope. അങ്കിൾ തീർച്ചയായിട്ടും ആ വിശ്വാസത്തിലാണ് ജീവിച്ചത്. You have received those faith values from him, the rooted faith that he had in Jesus Christ, and we are sure that he is in his presence. His presence is in eternity with Christ, and may your life continue to live accordingly so that you will find him in eternity with him. ആ ഒരു വിശ്വാസത്തിൽ, ആ ഒരു പ്രത്യാശയിൽ മുൻപോട്ട് ജീവിക്കുവാൻ ദൈവം സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തിന്, ഇവിടുത്തെ ഇടവയ്ക്ക്, അനേക കുടുംബങ്ങൾക്ക്, അനേക വ്യക്തികൾക്ക്, തന്റെ പ്രിയപ്പെട്ടവർക്കെല്ലാം സ്നേഹവും സന്തോഷവും വിശ്വാസവും പകർന്ന ആ ജീവിതത്തിന്റെ നല്ല മൂല്യങ്ങൾ, ഓർമ്മകൾ എന്നും കാത്തു സൂക്ഷിക്കുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട എൽസി ആന്റിയെയും മക്കളെയും ദൈവം ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓൺ ബിഹാഫ് ഓഫ് ദ യൂത്ത് ഫെലോഷിപ്സ് in Philadelphia and also on behalf of my family, I extend our deepest condolences to all of you. May God strengthen you, may God comfort you and enable you to continue in that faith journey. Pray. Father in heaven, we thank you for this time that you've given us to be in your presence. Father, we believe that you have all authority on this earth. You have authority over life, you have authority over death, you have the sovereign authority over everything. And we believe, O Master, that the life that you have given us is a life that we will live according to your will and fulfill the purpose that you have given us. And when we fulfill that, you call us to your presence. We thank you for the life of Johnny Uncle. We thank you, O Master, for the blessing that he was to his family. We thank you that he was a blessing to the parish. We thank you that he was a blessing to this community. He was a blessing to his family members and loved ones. So many people have been blessed by him. And we know, Master, in the life that he had, he has completed and fulfilled the purpose that you had for him. We thank you for the love and the faith that he had shared with his children and bringing up them in faith, O Master. We thank you for the love and the peace and the loving relationship that he had with Elsie Auntie and with all his loved ones. We thank you, O Master, for everything that he has done for us. We know, O Master, that he is in your presence, and we believe that we will meet him again in your presence. In the last few weeks, O Master, even when he was unwell, we prayed and we hoped, O Master, that he will be revived back to life. But it was your will, and we know, O Master, that we need to believe in your will. We thank you, O Master, that the family was able to give him all the care and all the treatment that was available, O Master, but it was according to your will that you have called him to your presence. We pray that you will strengthen Elsie Auntie, that you will strengthen Janisha and Jason, O Master, and keep them rooted in your faith. The faith that they have seen in their father will continue in their life. The hope and the loving examples that he has showed them will continue to be a blessing in their lives. We pray that you will keep them protected under the shadow of your wings. We also pray for everyone who is here, O Master. We thank you that he was a blessing to each and every one of us. We pray that you will comfort us and bless us. We pray for your continued presence through the rest of the service. In Jesus' name we pray. Amen. ഇപ്പോൾ കാസറ്റ് ഓപ്പൺ ചെയ്യും. ഫാമിലി വ്യൂവിംഗ് ഉള്ളതായ സമയമാണ്. ആ സമയത്ത് തന്നെ കണ്ടോൾസ് മെസ്സേജസും ലെസൺ റീഡിങ്സും ആ സമയത്ത് നടത്തപ്പെടുകയും ചെയ്യുന്നതാണ് എന്ന് പ്രത്യേകമായി ഓർമ്മിക്കും.
tells his father how he really feels. A handshake or a pat on the back is all that he reveals. I'd like to right that wrong here in this little song. Thank you for shaping my life. Thank you for teaching me all you can. You are no ordinary man. No, no, no. You make me everything I am. Thank you for taking the time. Thank you for showing me the way. And thank you for being there when I need you. Thank you for every single day. Now I've been blessed with a son of my own. Got my own bedtime stories to tell. If I can raise him half as well as you raised me, guess I'll be doing pretty well. Thank you for your guiding hand. Thank you for making my dreams come true. You're an extraordinary man, and I hope you're as proud of me as I am proud of you. Thank you for giving me life. Thank you for showing me good from bad. I guess I'm only really trying to say thank you for being my dad. Even though the years drift away, I never took the time just to say I love you, and I always have. And thank you for being my dad. Thank you for being my dad. എൻ്റെ സഹോദരങ്ങളെ, എന്നിൽ വിശ്വസിപ്പീൻ, എൻ്റെ പിതാവിൽ വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. മരണത്തെ ജയിച്ചവനായ ദൈവം തമ്പുരാൻ നമ്മളോട് പറയുന്ന വലിയ ഒരു ആശ്വാസവാക്കാണ് ഇത്. നമ്മുടെ പ്രിയപ്പെട്ട ജോണിച്ചാൻ്റെ ധന്യകരമായ ജീവിതത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 69 വർഷക്കാലം ദൈവം ഈ ഭൂമിയിൽ ജീവിപ്പാൻ പ്രിയപ്പെട്ട ജോണിച്ചാന് അവസരം നൽകി. ക്രിസ്തുമസ് മർദ്ദമായ ഇടവക സമയത്തോളം ഇടവകയിലെ ഒരു സജീവ മെമ്പറായി പ്രിയപ്പെട്ട ജോണിച്ചാനും കുടുംബവും കഴിഞ്ഞ നാളുകളിൽ പ്രവർത്തിച്ചു. ശാന്തമായ പ്രകൃതം കൊണ്ട് നമ്മൾ എല്ലാവരെയും ശ്രദ്ധ പിടിച്ചു പറ്റിയതായ പ്രിയപ്പെട്ട ജോണിച്ചാൻ തികഞ്ഞ ദൈവവിശ്വാസിയും സഭാസ്നേഹിയും എല്ലാ ഞായറാഴ്ചയും ക്രമമായി ആരാധനയ്ക്ക് വന്ന് സംബന്ധിക്കുകയും പ്രാർത്ഥനകൾക്ക് സജീവമായി പങ്കെടുക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട ജോണിച്ചാൻ വളരെ ശാന്തമായി എല്ലാവരോടും ഇടപെട്ടിരുന്നു. എല്ലാവരെയും വളരെയധികം സ്നേഹിച്ചിരുന്നു. തീർച്ചയായും കഴിഞ്ഞ 3 വർഷക്കാലം പ്രിയപ്പെട്ട ജോണിച്ചാൻ്റെ ഒത്തിരി സ്നേഹങ്ങൾ, സൗഹൃദങ്ങൾ, വാത്സല്യം ഒക്കെ അനുഭവിപ്പാനായിട്ട് ദൈവം തമ്പുരാൻ ഇടതന്നു. ദൈവത്തെ ഭയപ്പെടുന്നതോടൊപ്പം തന്നെ ദൈവിക ശുശ്രൂഷക്കാരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തതായ പ്രിയപ്പെട്ട ജോണിച്ചാൻ, ആ കുടുംബം ഈ ഇടവകയ്ക്ക് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. എൽസിമാമ ബുധനാഴ്ച തോറും നടക്കുന്നതായ ഫാസ്റ്റിംഗ് പ്രയറിനൊക്കെ അനുഗ്രഹീതമായ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു. കുഞ്ഞുങ്ങൾ 2 പേരും അനുഗ്രഹീതരായ പ്രവർത്തനങ്ങൾ ഇടവകയിൽ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. തീർച്ചയായും ജോണിച്ചാൻ്റെ ആകസ്മികമായ ഈ വേർപാട്
ഞങ്ങൾക്ക് എല്ലാവർക്കും ദുഃഖം നൽകുന്നതാണ്. ഇടവകയ്ക്ക് ഒരുപാട് ദുഃഖം നൽകുന്നതാണ്. എൽസിമാമയ്ക്ക് വേണ്ടിയും ജേസന് വേണ്ടിയും ജേസൻ്റെ വൈഫ് ജിപ്പിക്ക് വേണ്ടിയും ജനീഷയ്ക്ക് വേണ്ടിയും ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. സഹോദര കുടുംബങ്ങളെല്ലാവരെയും ദൈവസന്നിധിയിൽ ഓർക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തോസ് ഇടവകയുടെ എല്ലാവിധമായ അനുശോചനങ്ങൾ, പ്രാർത്ഥനകൾ, എൻ്റെയും കുടുംബത്തിൻ്റെയും പേരുള്ളതായ അനുശോചനവും പ്രാർത്ഥനയും ഈ സമയത്ത് കുടുംബാംഗങ്ങളെ അറിയിക്കുന്നു. ദൈവം നമ്മളെ ആശ്വസിപ്പിക്കട്ടെ. ഒന്നാം പാഠം Psalms 91. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴൽ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ചും അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയുന്നു. അവൻ നിന്നെ വേട്ടക്കാരന്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. തൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവന്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. ഒന്നാം പാഠം അവന്റെ വിശ്വസ്തതയ്ക്ക് പരിചയം പലകയും ആവുന്നു. രാത്രിയിലെ ഭയത്തെയും പകൽ പാർക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്ത് വശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ല. നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും. യഹോവേ, നീ എന്റെ സങ്കേതമാകുന്നു. നീ അത്യുന്നതനെ നിന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു. ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിനടുക്കുകയില്ല. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്മേലും അണലിന്മേലും നീ ചവിട്ടും. ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എൻ്റെ നാമത്തെ അറിയിയാൽ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടിയിരിക്കും. ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ദീർഘായുസ് കൊണ്ട് ഞാൻ അവനെ തൃപ്തി വരുത്തും. എൻ്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും. ഇവിടെ 1-ാം പാഠം അവസാനിച്ചു. പ്രിയ ജോണിച്ചാനുമായിട്ട് എനിക്ക് 20 വർഷത്തെ പരിചയമുണ്ട്. ഞാൻ ന്യൂയോർക്കിൻ്റെ പ്രദേശത്തായിരുന്നു. ന്യൂയോർക്കിൻ്റെ പ്രദേശത്തു നിന്നും ഇവിടെ വരുവാൻ ഉള്ള കാരണം പ്രിയ ജോണിച്ചാനും കുടുംബവുമാണ്. ഞാൻ ഈ പ്രദേശത്ത് കടന്നു വന്നു. എനിക്ക് ജോണിച്ചാൻ്റെ ഭവനത്തിൽ താമസിക്കുവാനും എനിക്ക് ജോണിച്ചാൻ കാർഡോണിൽ ജോലി മേടിച്ചു തരുവാനും എനിക്ക് അപ്പാർട്ട്മെൻറ്റ് മേടിച്ചു തരുവാനും എനിക്ക് വളരെ ഉപകാരങ്ങൾ ആ സമയത്തൊക്കെ ചെയ്തത് ഞാനിപ്പോൾ ഓർക്കുന്നു. ഒരു മൂത്ത ജ്യേഷ്ഠ സഹോദരനെ പോലെ ഞാൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത പ്രിയ ജോണിച്ചാൻ്റെ വേർപാടിൽ ഞാൻ അതീവ ദുഃഖിതനാണ്. അവരുടെ കുടുംബാംഗങ്ങളോടുള്ള ദുഃഖത്തെ ഞാൻ ഈ സമയം അറിയിക്കുന്നു. എൽസിക്കുട്ടിയെയും ജേസനെയും ജനീഷയെയും അവരെ കുടുംബമായി ഞാൻ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ദുഃഖം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. The second lesson is taken from 2 Corinthians chapter 5 verses 1 through 10. 2 Corinthians chapter 5 verses 1 through 10. Now we know that if the earthly tent we live in is destroyed, we have a building from God, an eternal house in heaven, not built by human hands. Meanwhile we groan, longing to be clothed with our heavenly dwelling. Because when we are clothed, we will not be found naked. For while we are in this tent, we groan and are burdened, because we do not wish to be unclothed, but to be clothed with our heavenly dwelling, so that what is mortal may be swallowed up by life. Now it is God who has made us for this very purpose, and has given us the Spirit as a deposit, guaranteeing what is to come. Therefore we are always confident and know that as long as we are at home in the body, we are away from the Lord. We live by faith, not by sight. We are confident, I say, and would prefer to be away from the body and at home with the Lord. So we make it our goal to please Him, whether we are at home in the body or away from it. For we must all appear before the judgment seat of Christ, that each one may receive what is due him for the things done while in the body, whether good or bad. ഞാൻ PV മാത്യു, ജോണിച്ചായൻ്റെ ഇളയ സഹോദരനാണ്. ജോണിച്ചായൻ വളരെ ചെറുപ്പകാലം മുതലേ ദൈവഭക്തിയിലും ആത്മീയകാര്യ പ്രവർത്തനങ്ങളിലും ഞങ്ങളെ എല്ലാവരെയും വളരെയധികം സ്നേഹിക്കുകയും സഹായിക്കുകയും ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും സഹകരിക്കുകയും ചെയ്തിരുന്ന ഒരു സഹോദരനായിരുന്നു. ജോണിച്ചാൻ്റെ പെട്ടെന്നുള്ള വേർപാടിൽ ഞങ്ങൾ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും തീർക്കാനാകാത്ത വലിയൊരു നഷ്ടമാണ്. എല്ലാം ദൈവികം പോലെ ആകട്ടെ.
പ്രിയപ്പെട്ട ജോണിച്ചാൻ്റെ ആത്മാവിന് നിത്യശാന്തിക്കും തീരാ ദുഃഖത്തിലും മനോവേദനയിലും കഴിയുന്ന എല്ലാ കുടുംബാംഗങ്ങൾക്കും എല്ലാം സഹിക്കാനും സമാധാനപ്പെടുവാനും ദൈവം തമ്പുരാൻ ശക്തി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗ്രഹം തേടി ദൈവത്തോടു തുറങ്ങിടാ നാഥന്റെ ചാരി പിറ്റേന്നൊപ്പമുണർന്നിടാ. കരയുന്നു നിങ്ങൾ എന്തിനായി ഞാൻ സ്വന്തദേശത്ത് പോകുമ്പോൾ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചിന്നിതാ. ദേഹമിന്നോര വസ്ത്രമൂരി ഞാൻ ആറടി മണ്ണിലാഴ്ന്നവേ. ഭൂമിയെന്നോര കൂടുവിട്ടു ഞാൻ സ്വർഗമാ വീട്ടിൽ ചെല്ലവേ. മാലാഖമാരും ദൂതരും മാറി മാറി പുണർന്നു പോ. ആദിവ്യാധികളന്യമാ കർത്താവേ ജന്മം ധന്യമായി പോകും നീ ഞാനും ഗ്രഹം തേടി ദൈവത്തോടു തുറങ്ങിടാ. എത്തും നീ ഞാൻ നാഥന്റെ ചാരി പിറ്റേന്നൊപ്പമുണർന്നിടാ. സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവിനോട് ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ നിൻ മനം. ശങ്ക കൂടാതെ ചൊല്ലിനാൻ കർത്താവേ ഇല്ലതെല്ലുമീ. എത്തി ഞാനെത്തി സന്നിധേ ഇത്ര നാൾ കാത്ത സന്നിധേ. പോകും നീ ഞാനും ഗ്രഹം തേടി ദൈവത്തോടൊത്തുണർന്നിടാ. എത്തും നീ ഞാൻ നാഥന്റെ ചാരി പിറ്റേന്നൊപ്പമുണർന്നിടാ. കരയുന്നു നിങ്ങൾ എന്തിനായി ഞാൻ സ്വന്തദേശത്ത് പോകുമ്പോൾ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചിന്നിതാ. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നല്ല പോർ പൊരുതി വിശ്വാസത്തോടെ ഓട്ടം തികച്ച് പ്രത്യാശയുടെ തീരത്തേക്ക് നമ്മളെവരെയും വിട്ട് പോയിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഓർത്ത് കുഞ്ഞുങ്ങളെ പറ്റി ഓർക്കുമ്പോൾ എനിക്ക് മനസ്സിൽ വരുന്നത് വാത്സല്യവും സ്നേഹവും നിറഞ്ഞ് എവിടെ വെച്ച് ഏത് ആൾക്കൂട്ടത്തിൽ വെച്ച് കണ്ടാലും കുഞ്ഞെന്നുള്ളൊരു വിളി മതി. ആ ഒരു വിളി തീർച്ചയായിട്ടും നമ്മളെല്ലാവരും മിസ് ചെയ്യും. നമുക്കെല്ലാവർക്കും ഇത് തീർത്താൽ തീരാത്ത ഒരു വളരെ വലിയ നഷ്ടമാണെങ്കിൽ പോലും ശോഭയേറിയ നാട്ടിൽ വീണ്ടും കണ്ടുമുട്ടാവുന്ന പ്രത്യാശയിൽ ഒരുക്കമുള്ളവരായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ജീവിക്കാം, പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട കുഞ്ഞാൻ്റെയും ജെയ്സൺ മോനെയും ജെനീഷ മോളെയും ജിബി മോളെയും പ്രത്യേക ദൈവങ്ങൾ സമർപ്പിക്കാം. ദൈവം തമ്പുരാൻ ആശ്വാസവും ധൈര്യവും പകർന്നു കൊടുക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ആശ്വസിപ്പിക്കട്ടെ. ഞാൻ ചിക്കാഗോയിൽ നിന്ന് രാജുവാണ്. എൻ്റെ വീട് കിടങ്ങല്ലൂർ കൊല്ലവഴിയിൽ. എൻ്റെ വല്യപ്പച്ചനും ജോണിയുടെ വല്യമ്മച്ചിയും ആങ്ങളെയും പെങ്ങളുമാണ്. ഞങ്ങൾ രണ്ടുപേരും സ്കൂളിൽ പഠിക്കുന്ന കാലം ഞാനിപ്പോൾ ഓർത്തു പോകുന്നു.
ഇവിടെ വന്നതിന് ശേഷം കൂടുതലായി അടുക്കുവാനും സന്തോഷമുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജോണി കുടുംബബന്ധത്തിന് വളരെ പ്രാധാന്യം കൊടുത്തിരുന്നു. ജോണി ഹോസ്പിറ്റലായിരുന്ന സമയം ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ഹിതം മാത്രമേ നടക്കുകയുള്ളൂ. ജോണിയുടെ മരണത്തിൽ ഇവിടെയുള്ള 5 ഫാമിലിയും വളരെ ദുഃഖത്തിലാണ്. ഈ സിറ്റുവേഷനിൽ അവിടെ വന്ന് എല്ലാവരെയും ഒന്നുകൂടി കാണുവാൻ സാധിക്കാത്തതിൽ ഖേദിക്കുന്നു. ജോണിയുടെ വേർപാട് നമുക്കെല്ലാവർക്കും തീരെ നഷ്ടമാണ്. പ്രത്യേകിച്ച് ജോമോള്, ജെയ്സൺ, ജിപ്പി, ജനീഷ, മറ്റു കുടുംബങ്ങൾക്കും ദൈവം തമ്പുരാൻ ശക്തി തരട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള എല്ലാ സർവീസുകളും അനുഗ്രഹമായി തീരുവാനും ഒരു നല്ല യാത്രയപ്പ് നടത്തുവാൻ ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. ദുഃഖിച്ചിരിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും ഇവിടെയുള്ള 5 ഫാമിലിയുടെയും കൊല്ലവഴി കുടുംബത്തിൻ്റെയും അനുശോചനം അറിയിക്കുന്നു. ജോലിയുടെ ആത്മാവിനെ നിത്യശാന്തി നേർന്നുകൊണ്ട് എൻ്റെ വാക്ക് ഞാൻ ഇവിടെ നിർത്തുന്നു. Good morning, I'm GP Jason. Today I am here to pay tribute to dear Daddy who have left us recently. I'm extremely saddened to hear about his loss. Though we had got a small time together, it was enough for him to build a strong, loving relationship. Each and every person he have met would be having a beautiful memory to share about him. He was such a loving, caring, compassionate person, always with a smiling face. We will be missing you, Daddy. As a family, we are going through a deep sorrow situation, but I have a strong hope that we are going to see Daddy again in Lord's second coming. Love you, Daddy, and miss you. Thank you. നിങ്ങളുടെ ഹൃദയം കറങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. റെസ്പെക്റ്റഡ് അനീഷ് തോമസ് സച്ചൻ, തോമസ് കെ മാത്യു അച്ഛൻ, ഓൾ ഫാമിലി മെമ്പേഴ്സ്, ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്, നിങ്ങൾക്കെല്ലാവർക്കും ദൈവത്തിൽ സ്നേഹവന്ദനം. ഞങ്ങളുടെ പ്രിയ സഹോദരൻ ജോണിക്കുട്ടി കിടങ്ങന്നൂർ വല്ലന പണം പഠിക്കൽ വീട്ടിൽ ലേറ്റ് മിസ്റ്റർ കുര്യൻ വർഗീസ് ആൻഡ് ലേറ്റ് മിസ്റ്റർ മറിയാമ്മ വർഗീസ് ഇവരുടെ 5 മക്കളിൽ 2ാമത്തെ മകനായി ജനിച്ചു. സഹോദരൻ മാത്യു പി വി, സാറാമ്മ ഫിലിപ്പ്, ലേറ്റ് വർഗീസ് പി വി ആൻഡ് ലേറ്റ് ബാബു പി വി. ജോണിക്കുട്ടി ഞങ്ങളുടെ ഭവനത്തിൽ ഒരു അംഗമായി എത്തുന്നത് ആഗസ്റ്റ് 1988 ആ സമയം മസ്കറ്റിലായിരുന്നു ജോലി. എൽസി ആൻഡ് ജോണി ഇവരുടെ വിവാഹശേഷം ജോണിക്കുട്ടി വീണ്ടും മസ്കറ്റിൽ കുറച്ചു കാലം കൂടി ജോലി ചെയ്തു. 1991 എന്നോടൊപ്പം ഫിലദൽഫിയയുടെ ഈ പ്രദേശത്തേക്ക് കടന്നു വരികയും ഒരു കുടുംബമായി ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുകയും ചെയ്തു. അതിനുശേഷം 2 വർഷം ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചു. അതിനുശേഷം 2 കുടുംബമായി മാറി താമസിച്ചു. നല്ല ദൈവവിശ്വാസവും മറ്റുള്ളവരോട് നല്ല സ്നേഹവും വിനയവും ആരോടും ഒരു പരാതിയും പറയാതെ എല്ലാവരെയും നല്ല പുഞ്ചിരിയോടെ കൂടെ ഇടപെടുന്ന ഒരു സ്വഭാവമായിരുന്നു പ്രിയദാസൻ്റേത്. നല്ലൊരു സഹോദരനെ, നല്ലൊരു പിതാവിനെ, ഒരു നല്ല സുഹൃത്തിനെയാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത്. ഈ പ്രദേശത്ത് എത്തിയെങ്കിലും ആദ്യ നാളുകളിൽ വളരെയധികം കഷ്ടതയിലും പ്രയാസത്തിലും കൂടെ കടന്നുപോയി. ആ സന്ദർഭങ്ങളിൽ ദൈവത്തിൻ്റെ അത്ഭുതകരങ്ങൾ പ്രിയദാസിനെയും കുടുംബത്തെയും താങ്ങി നടത്തി. കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് ഒരുമിച്ച് നാട്ടിൽ പോകുവാനും
എല്ലാവരെയും കാണുവാനും സന്തോഷങ്ങൾ പങ്കുവയ്ക്കുവാനും ജെയ്സന്റെ വിവാഹമൊക്കെയും മംഗളമായി നടത്തി തിരിച്ചു വരുവാനും ദൈവം ഇടയാക്കി. കോവിഡ് എന്ന മഹാമാരിയോടെ നല്ല പോർപൊരുതി ഓട്ടം തികച്ച് വിശ്വാസം കാത്ത് നീതിയുടെ കിരീടം പ്രാപിക്കുന്നതിനായി പ്രിയദാസൻ ദൈവസന്നിധിയിലേക്ക് കടന്നുപോയി. പ്രിയമകന്റെ നിത്യശാന്തിക്കായി പ്രാർത്ഥിക്കുന്നു. പ്രിയദാസന്റെ പെട്ടെന്നുള്ള വേർപാട് ഞങ്ങളുടെ കുടുംബത്തിന് തീരാത്ത വേദനയാണ്. പ്രത്യേകിച്ച് എൻ്റെ പ്രിയ സഹോദരി ജോയ് മോൾ, ജെയ്സൺ മോൾ, ജിപ്പി മോൾ, ആൻറ്റി ജനീഷ മോൾ, ഈ കുടുംബത്തിന്റെ തീരാത്ത വേദനയ്ക്കും ദുഃഖത്തിനും ദൈവം തമ്പുരാൻ ആശ്വാസവും ദൈവിക സമാധാനവും നൽകട്ടെ. നിങ്ങൾ ഓരോരുത്തരിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടുന്ന കരുതലിനും സ്നേഹത്തിനും സഹായത്തിനും പ്രാർത്ഥനയ്ക്കും ആശ്വാസവാക്കുകൾക്കും നന്ദിയും സ്നേഹവും ഈ സമയത്തെ അറിയിക്കട്ടെ. വിവിധ ഭവനങ്ങളിലും വിവിധ ദേശങ്ങളിലും ഇരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ഓരോരുത്തരോടുമുള്ള ഞങ്ങളുടെ കുടുംബത്തിന്റെ നന്ദിയും സ്നേഹവും ഒരിക്കൽ കൂടി അറിയിക്കുന്നു. എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. താങ്ക് യു. God bless us all. Hi, my name is Jocelyn Thomas and I'm Janisha's best friend. To my family and myself, Joni Uncle was someone who held a special place in our hearts. He has shown kindness, wisdom, and humility throughout his life. I have known Joni Uncle since a very young age. It started from driving Janisha, my sister, and I to dance class, to jamming out to 90s Bollywood songs at work. Throughout these interactions, we've noticed how caring and selfless Joni Uncle was. He was like no other. Joni Uncle carried a smile that brightened up every room that he walked into. We will miss Joni Uncle's unique jokes and contagious laughs. El Sandy, Jason Chachin, and Janisha know that we're here for you. Joni Uncle is in a safe place and he is looking out for each of you. We all miss you dearly, Joni Uncle, until we meet again. ജോയിമോടെ എൽഡസ്റ്റ് സിസ്റ്റർ വിവാഹം കഴിഞ്ഞ് ജോണിക്കുട്ടി ഞങ്ങളുടെ കൂടെ വന്ന് സെവറൽ മന്ത്സ് താമസിച്ചു. അത് കഴിഞ്ഞ് അവർ മാറി. സന്തോഷകരമായ ഒരു ഹാപ്പി ലൈഫായിരുന്നു അവർക്ക്. ദൈവം ഇത്രത്തോളം അവരെ കാത്തു സൂക്ഷിച്ചു. അവനൊരു ഹാർഡ് വർക്കിംഗ് പേഴ്സണായിരുന്നു. ഫാമിലിയെയും സഹോദര കുടുംബത്തെയും ഒരുപോലെ സ്നേഹിച്ച ഒരു വ്യക്തിയായിരുന്നു. ഹാർഡ് വർക്കിംഗ് പേഴ്സണായിരുന്നു അവൻ. ദൈവം വിളിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും പോയേ പറ്റൂ. ദൈവനാമഹത്വത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. സങ്കീർത്തനം 3 പറയുന്ന പോലെ, നീ മർത്യനെ പൊടിയിലേക്ക് ചേരുമാറാക്കുന്നു, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീനെന്ന് അരുളി ചെയ്യുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മൾ അറിഞ്ഞേ പറ്റൂ. നമ്മളെല്ലാവരും ഒരു ദിവസം പോകേണ്ടിയവരാണ്. പിന്നെ ജോയ്മോളും വളരെ വിഷമത്തിലിരിക്കുന്ന ഈ സമയത്ത് അവളെ മോൻ ജെയ്സൺ മോനെയും അവൻ്റെ ഭാര്യ ജിബി മോളെ ജനീഷ മോളെ ദൈവകരത്തിൽ ഏൽപ്പിക്കുന്നു. അവിടുത്തെ സമാധാനവും സ്നേഹവും കൊണ്ട് അവരെ നിറയ്ക്കണം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹം എപ്പോഴും അവരോടും ജിപ്പിയുടെ ഫാമിലിയോടും അതുപോലെ തന്നെ ജോണുകുട്ടിയുടെ സഹോദര കുടുംബങ്ങളോടും ഞങ്ങളുടെ സഹോദര കുടുംബങ്ങളോടും എല്ലാവരോടും കൂടി എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ വിശ്വസിച്ച് മുമ്പോട്ട് പോവുക, ധൈര്യപ്പെടുക. മനുഷ്യപുത്രന്മാരെ വിളിക്കുന്ന സമയത്ത് നമുക്ക് പോയേ പറ്റൂ. ദൈവം ഒരുവനേ ഉള്ളൂ, അവൻ്റെ ഏക പരിശുദ്ധനും നിത്യനുമാകയാൽ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. തിരുനാമത്വത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവേ, നിന്റെ കുഞ്ഞുങ്ങളെ നീ എന്നേക്കും പരിപാലിച്ചുകൊള്ളണമേ പ്രാർത്ഥിക്കുന്നു.
എപ്പോഴും അവരോട് കൂടെ ഉണ്ടായിരിക്കണമേ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ മഹത്വപ്പെടുത്തും. ദീർഘായുസ്സുകൊണ്ട് ഞാൻ നിനക്ക് തൃപ്തി വരുത്തുമെന്ന് വരട്ടെ ചെയ്തവനായ ദൈവം അവരോട് കൂടെ എപ്പോഴും ഉള്ളതിനാൽ നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യും. We miss you, ജോണക്കുട്ടി. We love you. We'll see you one day on the beautiful shore. And Joy Mall, we love you. Jason, Janisha, GP Mall, we love you. Praise you. Praise the Lord. Hallelujah, hallelujah. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ സമാധാനം അവരോട് കൂടി ഇരിക്കട്ടെ. Hello everybody. My name is Thomas Kavur and this is my wife Sarah Kavur. We are gathered at this point in time emotionally to grieve for the dearly departed brother-in-law of mine, and from different parts of the world we are united in spirit grieving for his family. We express our deepest condolences to his wife Joy Mall and his son Jason, daughter Janisha and daughter-in-law Jippy. May his family find enough courage to continue with their lives without feeling the absence of their beloved father and husband every day of the week. Not too badly. Take care and peace be with you all. Respected Anish Thomas Achan, respected Thomas K. Matthew Achan, beloved family and all the beloved in Christ watching this around the world. I stand here today with an aching heart. Mr. Korean P. Verghese, or Kunyangal as we called him, became part of our family when he married my dad's youngest sister. My first visual memory of him was through a black and white picture of Kunyangal and Kunyandi, along with the pictures Kunyandi shared with us when she spent some time with us in Jabalpur, soon after her wedding. If you noticed, I said visual memory, and there is a reason for that. See, unlike today, in those days there was no emails or video chats, no WhatsApp or Facebook. People wrote letters and sent pictures to friends and families. They kept touch with their loved one via handwritten letters. Growing up, I learned about my families through the letters my parents received. They would read these letters to us about my family and a persona of our grandparents, aunts, uncles, cousins that we seldom and in some cases never met or saw in person would come to life in our minds. The complete image of our relatives, both visual and their personality, were personified via these letters. Of course, these letters were written in Malayalam that we couldn't read and were addressed to our parents. But it would have been enough information in them that will give us kids an understanding and idea of who our relatives were. And that was always the case till Kunyangal became part of our family. Kunyangal, in addition to writing letters to our parents in Malayalam, would make sure to write a separate English letter to my sister and I on a regular basis. We still remember how surprised and happy we were the first time we received a letter from Kunyangal. Surprised because it has never happened before. And happy because we felt special. Now, for the first time, we would be constructing an image of one of our relatives, not through the letters my parents got, but also through the letters that he wrote to us. The loving, caring, and biblically sound persona of Kunyangal that developed in our minds through the regular letters that he wrote back and forth still stands strong. His letters and cards he would send for Christmas, birthdays, would be full of biblical references. A lot of love and a lot of wisdom. We would never forget the love and care Kunyangal showed in taking the time out of his busy schedule to write the letters to us kids while he was working in the Middle East all those years. My sister and I never met Kunyangal face to face till we moved to the US, but we felt like we already knew him because of the interactions we have had through the letters through the years. He was a loving and caring man who had immense love for his family. He would always greet us with a warm smile and a joke.
He had quite a sense of humor and a knack for giving us solid advice. I got to spend some time with him during my summer vacation that I stayed with them. He would love to discuss life, work, and responsibilities. He was keen on being responsible for one's actions and to abide by a certain personal moral code that he would follow. He would often say, Ajimone, cheyenda pole cheyana. Adaan adinte oru sheri. Manasilayo. Followed by some folk tale or story to emphasize his point. I am going to miss his smiles and those heart-to-hearts that we have had over the years. One other thing Kunjangal was known for was his habit for falling asleep. He loved sleeping. He would fall asleep anywhere and at any time. At his home on the couch, family gatherings, parties, it didn't matter what was going on or where he was. He loved sleeping. You would be talking to him, and the next thing you know, he would be in a deep sleep. I would say, he is doing his favorite thing now. He is sleeping. He is resting. Before anyone of us could have fathomed, Kunjangal went on a deep sleep. Ecclesiastes chapter 3 verses 1 and 2 read, For everything there is a season, and a time for every matter under heaven, a time to be born, and a time to die. William Penn said, For death is no more than turning of us over from time to eternity. Dearest Kunyandi, Jay Simone, Jenny Shamol, and Jippy, it was time for Kunjangal to rest, and for his earthly body to sleep forever. But rest assured that he is very much alive in spirit, and he's smiling over us from heaven, and his infectious smile and a heartwarming smile. We will meet him again one day, but till then, he will live with us through his memories he leaves behind. On behalf of our family, I offer our deepest and heartfelt condolences and love. May God strengthen you all to take comfort in his divine plan, and in the hope that we'll meet him again in our Father's Son. Hello, my name is Varghese Kuti and my wife's name is Molly. We live in New York. We are with a heavy heart and sorrow at the untimely passing away of Kurian Varghese. We affectionately call him Johnny Chayan. We know the family for a long time. My wife and Elsie were classmates going back to the 1980s. After they came to the US and settled in Philadelphia, we visited them often and enjoyed the hospitality of Johnny Chan and Elsie. Johnny Chan always welcomed us with a smile on his face. We wanted to be with the grieving family at this time, but due to the current situation, we couldn't. On behalf of my wife, my son Anisha and family, and my daughter Angeline and family, we send our heartfelt condolence to Elsie, Jason and Jippy, Janisha and all the family members. May God Almighty comfort all the grieving family members. As the Bible says, the trumpet will sound and the dead in Christ will rise first, and we who are still alive will be brought up together in the cloud to meet the Lord in the air. With our Christian faith, we are going to see Johnny Chayan again along with our Lord. ദൈവത്തിൻ്റെ വലിയ തിരുനാമം വാഴ്ത്തപ്പെടട്ടെ. എൻ്റെ പേര് വിനോദ്. ജോണി പപ്പൻ്റെ മൂത്ത സഹോദരൻ്റെ മകളുടെ ഭർത്താവാണ്. ജോണി പപ്പൻ്റെ ഈ ലോക ജീവിതം ഇനി തിരികെ ലഭിക്കില്ലെന്നറിയാം. എങ്കിലും ഒരു വാക്ക് പറയാതിരിക്കുവാൻ വയ്യ. അപ്പാപ്പൻ സ്നേഹത്തോടെയുള്ള വിളിയും ചിരിച്ച മുഖവും തമാശ കലർന്ന സംസാര ശൈലിയായിരുന്നു അപ്പാപ്പന്. സഹോദരങ്ങളെയും ബന്ധുമിത്രാദികളെയും ഇത്രയധികം സ്നേഹിക്കുകയും കരുതുകയും ചെയ്ത ഒരു വ്യക്തികളും ഉണ്ടാവുകയില്ല. അപരിചിതരെ കണ്ടാൽ പോലും പരിചിതരെ പോലെയായിരുന്നു അപ്പാപ്പൻ്റെ ഇടപെടൽ. ദൈവത്തിൽ അകമഴിഞ്ഞ വിശ്വാസവും പ്രത്യാശയും കൂടാതെ വേദപുസ്തകത്തിലുള്ള ഏത് വാക്യവും കാണാപ്പാടമായിരുന്നു. ഞങ്ങളോട് എപ്പോഴും പറയുമായിരുന്നു, മക്കളെ, നമ്മൾ വന്ന വഴി ഒരു കാലത്തും മറക്കരുത്. അപ്പാപ്പൻ്റെ ദൈവയോഗത്തിൽ പാണമ്പടിക്കൽ കുടുംബത്തിന് എന്നും ഒരു തീരാ ദുഃഖമാണ്. പാപ്പൻ്റെ സ്നേഹവും ദൈവഭയവും താഴാഴ്മയും നമുക്ക് മാതൃകയാക്കാവുന്നതാണ്. ദുഃഖത്തിലായിരിക്കുന്ന അമ്മാമ്മയ്ക്കും മക്കൾക്കും ബന്ധുമിത്രാദികൾക്കും ദൈവം സമാധാനം നൽകട്ടെ. നമുക്ക് ഓരോരുത്തർക്കും ദൈവസന്നിധിയിൽ വെച്ച്
നമ്മുടെ അപ്പാപ്പനെ വീണ്ടും കാണാമെന്ന പ്രത്യാശയിൽ ജീവിക്കും. I have fought the good fight, I have finished the race, I have kept the faith. Now there is in store for me the crown of righteousness. We were shocked to hear the loss of our beloved Kunyapacha. He was a kind, funny, and generous person. We remember the jokes and the stories he used to tell us when he would drop us off to and from school. He was a big part in almost everyone's lives. He is a big loss to the church and family. Kunyapacha, you are in a better place now. We all will cherish the fun, the happy, and the overall amazing memories that you took part in with us all. We love you and miss you. We love you, Kunyapacha. Hi, I just wanted to share some words of remembrance for Kunyankel, or Johnny Kuti Uncle. I have known Kunyankel for almost 30 years since he married Kunyanti and came into our family. And since I remember him, he has been a wonderful, wonderful man. He is very kind, very caring, always full of smiles and joy. I feel like there hasn't been a single time where he and I were in the same room and he didn't come up to me and talk to me, truly ask how things are going in my life. He has always been very happy for me, especially as I went through my med school and residency, and when I graduated, I remember the joy in his eyes as if his own daughter was graduating from med school and residency. He is very prayerful, and we have known that since the very beginning, and I think we see that in his life and in the way they live their life as a family. I have an example of something that I remember since I was little. He would always send us cards for whether it's our birthday or Christmas, but he would always have it full of, wisdom and Bible verses. So I recently came across my daughter, my baby's most recent baptism card, and as you can see, this is a typical Kunyankel card full of Bible verses and encouragement, and this is not atypical of him. This is what he always did, and it was so beautiful, and we're so thankful for him and the life he has lived. It's really hard, and I think God expects us to mourn during this time, but I just wanted to leave us with an encouragement also that says, Jesus said to her, I am the resurrection and the life. He who believes in me will have life even if he dies, and he who lives and believes in me will never die. John 11, verse 25-26. I truly believe Kunyankel is with God. He is in heaven. He is looking down, saddened by the pain that his family is feeling, but rejoicing that he is spending eternity with his Lord. And I can only pray and hope that is a reality for all of us too. We will miss him so much. I wish we knew that we wouldn't have enough time with him so we could spend more time with him. I am hurting for his wife, my Kunyanti, Jason and Janisha and Jippy, but we know that he's in a good place. He's not hurting anymore, and we just rejoice in that. So we love you, Kunyankel. We'll miss you so much, and I hope to see you one day in heaven. I always told my dad to wake up before I went to class in the morning. He would always make coffee for me. He wasn't just a father. He wasn't just a husband. He was our best friend. He supported us. He defended us. He was always there for us. He was a confident booster. I don't have a paper or note to read from. My father, every time he spoke to someone, he spoke what came from his heart. And I want to do the same. Because of Daddy, I learned so much in life. I was able to grow my faith with Christ through him. He would teach us how to read Psalms 23 and Psalms 91. He loved those verses. He took care of our family. He loved all my friends equally. I sometimes ask God, why did this happen? I didn't want to lose Johnny now. I'm so young. I was his little girl. He loved me so much, even when I yelled at him. He never would yell at me back. He always, even if Mommy would yell at me a little bit,
He would tell me, it's okay. He meant the world to me, and I don't know what I would do without him. He really wanted to see me graduate. He would always tell me in the car he wanted to see me graduate. And his last words to me before he got on that ventilator, it was to pass my classes. And with God's grace, I was able to pass it. Daddy, I love you so much. I always look outside to the Corolla. I always look in the office room thinking you're still there. I always questioned, did God not hear our prayers? But then I realized he did hear each and one of our prayers. In Psalms 91 verses 14, it talks about, because he loves me, says the Lord, I will rescue him. And God did that. My dad was suffering so much from this virus, but God listened to each and one of our prayers, and he saved my daddy. My daddy's in a safer place, and I would have learned so much from him. He even has a couple of notebooks inside the office room, and we had no idea what he was writing about. We would make fun of him, saying, Daddy, and we recently checked the office room to see what it was. Each page is Bible verses. Each line is a Bible verse. It's a motivational quote. He loved his Lord so much. He put his whole faith in him. He committed his life to him. He also donated to many charities too, which we did not know about. I'm so grateful for Daddy. I don't know what I would do. He loved our family equally. He loved everyone equally. He was a comedian. He always made jokes with me, and I would prank him every night. I love you so much, Daddy. I wish I could hug you and kiss you. I love you, Daddy. I know you're watching from above. We're gonna miss you so much. Respected Achans, bereaved members of dear Johnny Kutti's family, brothers and sisters of Christo's family, and dear friends. My name is P.T. Matthew, and I am serving the parish as its vice president. I am standing before you with a heavy heart and a deep sense of sorrow. All of us are in a state of shock with the untimely demise of our beloved brother Johnny Kutti. Personally, I had the privilege to know closely Johnny Kutti's family and other members of their extended family from the early days of their arrival in Philadelphia. Our relationship started through the church activities and blossomed into a brotherly love. Johnny Kutti had a very unique personality. He was a loving, kind, gentle, and God-fearing person. He did speak less, but his words were full of wisdom. He had a positive attitude towards everybody and everything in life. Johnny Kutti, Elsie, and both their children and members of their extended family are always active participants of our parish, and our parish is very much indebted to them. Johnny Kutti and his family wholeheartedly contributed above and beyond their financial resources during the purchase and construction of our new sanctuary. Johnny Kutti and Elsie quietly kept a special bond with all the vicars of our church and always looked after for their well-being. Elsie had been volunteering to serve the fasting prayer group and the neighborhood prayer group in our parish with snacks and other refreshments. God, in His own time,
took Johnny Kutti to be with the angelic community, a place where there is no sorrow, sickness, or death, but everlasting life. Dear Elsie, Jason, Jibby, and Janisha, the Christos family will be always with you in our prayers and in all your needs. Lately, our parish is grieving with the unexpected demise of many of our members. We are going through much pain and agony. Let us encounter these hardships by anchoring our faith journey in our rock of faith, our risen Lord. May God Almighty keep you and protect you with His eternal peace. May I conclude my words by expressing my heartfelt condolences on behalf of Christos Marthoma Church and on behalf of my own family. Thank you and may God bless you. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എൻ്റെ പേര് ഡെയ്സി മണലാൽ. ക്രിസ്തുസ് സേവികാ സംഘത്തിൻ്റെ പേരിലുള്ള അനുശോചനം അറിയിക്കുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ഞങ്ങളുടെ സേവികാ സംഘത്തിൻ്റെ ആക്റ്റീവ് മെമ്പറാണ് എൽസി കുര്യൻ. എൽസിയെയും ഹസ്ബൻഡ് ജോണി ചായനെയും എനിക്ക് 28 വർഷമായി പരിചയമുണ്ട്. അന്നു മുതൽ ഇന്ന് വരെയും നല്ലൊരു സ്നേഹബന്ധത്തിൽ ആയിരിക്കുവാൻ ദൈവം സഹായിച്ചു. എല്ലാ സൺഡേയിലും രണ്ടുപേരെയും പള്ളിയിൽ വെച്ച് കാണുകയും സംസാരിക്കുകയും ചെയ്യുമായിരുന്നു. എൽസിക്ക് ഹസ്ബൻഡിൻ്റെ വേർപാടും ജെയ്സനും ജനീഷയ്ക്കും പിതാവിൻ്റെ വേർപാടും എന്തൊക്കെ വാക്കുകൾ കൊണ്ട് സമാധാനിപ്പിച്ചാലും ആശ്വസിക്കുവാൻ സാധിക്കുകയില്ല. അതിന് ദൈവം തമ്പുരാൻ സ്വർഗത്തിൽ നിന്ന് ദൈവിക സമാധാനം തന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതിനായി വലിയവനായ ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതുപോലെ കുടുംബാംഗങ്ങളായ ലൂസിയും അമ്മണിയ മാമയും ഞങ്ങളുടെ സേവികാ സംഘത്തിലെ ആക്റ്റീവ് മെമ്പേഴ്സാണ്. ഈ സമയത്ത് ദുഃഖത്തിലായിരിക്കുന്ന എൽസിയോടും ജെയ്സനോടും ജനീഷയോടും ലൂസി ആൻഡ് ഫാമിലി, അമ്മണിയ മാമ ആൻഡ് ഫാമിലി, മറ്റു കുടുംബാംഗങ്ങൾ എല്ലാവരോടും ക്രിസ്തുസ് സേവികാ സംഘത്തിൻ്റെ പേരിലും എൻ്റെ കുടുംബത്തിൻ്റെ പേരിലുമുള്ള ഹൃദയം നിറഞ്ഞ അനുശോചനം അറിയിച്ചുകൊള്ളുന്നു. ദൈവം തമ്പുരാൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. My name is Sherry Thomas, and I speak on behalf of the Christos Young Families Fellowship. Today, we are all gathered together to mourn in deep sorrow at the untimely passing of our dear parish member, Mr. Kurian Varghese, Johnny Uncle. A beloved husband, father, family member, and friend, Johnny Uncle will be remembered by all of us. As more and more stories are being shared, they all paint a beautiful picture of a man who loved his God, his family, who welcomed everyone with the most wonderful smile and shared his faith and wisdom unashamedly. What more can be asked of someone leaving a legacy? Johnny Uncle truly left a legacy of love and faith that will be cherished forever. To the bereaved family, Elsie, Andy, Jason, and Janisha, though there are no words to ease your pain, please remember that Uncle is now in our Lord and Savior, Jesus Christ, loving arms, and he is at peace. We pray that the Holy Spirit will be with you as you grieve during this time. We send you prayers of healing and comfort during this time of loss. God bless you. Thank you. My beloved Elsie Mama, Jason, and Janisha, we, the Christos Marthoma Sunday School family, stand with you as we are all stricken by the pain and sorrow from the untimely passing of our beloved Johnny Chine. I have fought the good fight. I have finished the race. I have kept the faith. Yes, indeed, Johnny Chine was a man of faith. He finished his race and is now rejoicing in the very presence of our Lord Jesus Christ, where there is no more sickness or suffering. Both Jason and Janisha were part of our Christos Sunday School family. Janisha was one of our Sunday School students, and Jason was one of our Sunday School teachers. Jason also served and fulfilled the responsibility as the treasurer of our Sunday School a few years back. Johnny Chan was a man of faith, integrity, and of high moral caliber. Shiny and I are fortunate to have a very close personal connection with Johnny Chan's family.
We had a chance to spend a few hours with the family last Monday, the day Johnny Chan bid farewell to us all. We were able to spend some time together in prayer, and we learned so much about the blessed life and godly personality of Johnny Chan. He was a loving father and a caring husband. He always remained calm and peaceful, even under very stressful situations. No unwholesome talks were permitted in their house. His words were always graceful and edifying. Jason and Janisha, now is your time to fulfill those unfinished dreams of your dad to the best of your ability. You should strive to continue the legacy that Johnny Chan lived and demonstrated before all of us. One day, when we all appear before the Lord, God will answer your question, why God, why? Until then, we can only trust our Lord Jesus Christ. Once again, on behalf of my family as well as the Christos Sunday School family, let me express my heartfelt and sincere condolence to the bereaving family. May the Lord of peace comfort us all. എൻ്റെ പേര് ജെയ്സൺ. എൻ്റെ മൂത്ത മകനാ. Psalms 23 verse 1. The Lord is my shepherd, I shall not want. Daddy എപ്പോഴാ വാക്ക് പറഞ്ഞു തരും. He was a God-fearing man, hard worker. വേദനയും സ്ട്രെസ്സെല്ലാം തന്നെ സഹിച്ച് നമ്മൾ കൊണ്ടുപോലെ കൊണ്ടുവന്ന് ഒരാളിങ്ങനെ ഓടി നടന്ന് എങ്ങനെയാ പോയത് എനിക്കൊരു പിടിയില്ല. ഡാഡി എല്ലാവരോടും സ്നേഹമായിരുന്നു, എസ്പെഷ്യലി ജനീഷ. ഞാൻ 18 years ആയി കഴിഞ്ഞ, when I was 18, he started being a little bit more strict with me, teaching me responsibility, financial responsibility, everything he can teach. He passed it on to me, especially കല്യാണം കഴിഞ്ഞ് തിരിച്ച് നാട്ടിൽ നിന്ന് വരുമ്പോൾ ഡാഡി എന്നോട് പറഞ്ഞടാ, എല്ലാം ഇനി നിന്റെ കയ്യിലത്, ഞാൻ ഇനി ഒന്നും നോക്കുന്നില്ല, അതെന്റെ വേല ഇപ്പൊ അറിയുന്നത്. ജോലിയിൽ നിന്ന് കഴിഞ്ഞ് വരുമ്പോൾ വീട്ടിനകത്ത് കയറുമ്പോൾ ഡാഡി ഓഫീസിനകത്ത് ഊരിയിരുന്ന് അതിന്റെ ആ പ്രസൻസ് ഇപ്പൊ അറിയുന്നത്. ഡാഡിയോട് ചോദിക്കും, ഡാഡി വല്ലതും കഴിച്ചോ? ആ കഴിച്ചു എന്ന് പറയും, ചുമ്മാതാ. പിന്നെ ഫുഡ് വല്ലതും കൊടുത്താൽ ഡാഡി പറയും, നിങ്ങൾ കഴിച്ചോ? ആ കഴിച്ചു. എന്നാ അത് ബാക്കി വെച്ചിട്ട് നിങ്ങൾ നാളെ കഴിക്കുക. പിന്നെ ഞാൻ പറയും എക്സ്ട്രാ ഉണ്ട് ഡാഡി, എക്സ്ട്രാ ഉണ്ട്. അത് കേട്ട് കഴിഞ്ഞാൽ മാത്രം കഴിക്കുന്നത്. എല്ലാം ഒരു നോൺ സെൽഫിഷ് പേഴ്സൺ ആണ്. He was so lovable. He lost his father at a young age, and I think because of that, from an early age, he was always teaching me how to live without him, and I think it was for this. വേറെ പറയാനൊന്നുമില്ല, ഒന്ന് പ്രിപ്പയർ ഒന്നും ചെയ്തില്ല. Thank you, Daddy. We miss you. We love you. Thank you for everything. Daddy എല്ലാം തന്നിട്ടാ പോയി. Everything നാട്ടിൽ പോയി, എല്ലാവരും കണ്ട് സന്തോഷമായിട്ട് കല്യാണം നടന്നു. ഒരു വണ്ടർഫുൾ ഡോട്ടർ ലോ കിട്ടി. ഡാഡിയുടെ ആഗ്രഹം ഇപ്പം ഇവിടെ വന്ന് ഇച്ചിരി നേരം കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനാണ്. പക്ഷെ എല്ലാവരും പറഞ്ഞ പോലെ അത് ഡാഡിയുടെ ഐസ് പോകാനാണ്. I don't know what else to say. Just want to say, Daddy, we love you, we miss you. Thank you for everything. I will take it on from here. Daddy, you വിഷമിക്കണം വേണ്ട, ഞാൻ എല്ലാം നോക്കിക്കോളാം ഡാഡിയുടെ ആഗ്രഹം പോലെ. You don't worry. പിന്നെ അജി ചാച്ചൻ പറഞ്ഞ പോലെ his favorite thing was to sleep. എപ്പം കണ്ടു കഴിഞ്ഞാൽ ഉറങ്ങുക. Anytime, daytime, morning, nighttime ഉറങ്ങുക. That was his favorite hobby. So Daddy's favorite hobby ഇപ്പോൾ ഉറങ്ങി heavenലോട്ട് ചെന്നാൽ he's watching us from heaven. He joined with his brothers, he joined with his parents. And I'm not saying by
we will see you again. And just a few words of thanks. I just want to say thank you, God, for allowing us to gather here today, to rejoice in the fact that Daddy is in heaven. And thank you, Lord, for giving him all this time. Thank you, Lord, for giving him to us. I want to thank Anish Achan and family, Thomas Achan and family for their love and support, all the cabinet members of Christos Marthoma Church, all the clergy members of Christos Marthoma Church, especially Alex Ungo. He's been a big help and support. Thank you, Alex Ungo. And especially all our family here, India and in the UK, all my uncles, aunties, cousins, all of them. They're not just my uncles, they're all my fathers. They're not just my aunties, they're all my mothers. They're not just my cousins, they're my brothers and sisters. And at the same time, I feel blessed to be in a Christian community where we can receive their love that way. At this time, I especially want to thank Mama and Lucy Andy. They were the backbone of my strength throughout this whole time. If it wasn't for their love, their motherly love, their guidance, I don't know what I would have done. So thank you, Mama. Thank you, Lucy Andy. Especially my wife, Jippy. She has been supporting me even though she's been so many miles away. I want to thank her family, her community, and her church members. I want to thank all our friends, each and every one of you. Thank you for the love and support and care you have provided for us. And especially every day, bringing us food, breakfast, lunch, and dinner. Especially Velli Andy, Mini Andy, Valsam Andy, and Somi Andy. Every day throughout their busy schedules, they will cook for us. Thank you. I want to thank Rajongo, Lily Andy, and all family of Chicago. Thank you for your love, support, care, and kindness. I want to thank Varghese Kutiango and family from New York. Thank you for your love and care and support. And Abraham Uncle here with Jijo Chachin, Ril Chachin, and family. Thank you for your love and care. All of Mummy's friends, all of her co-workers has been calling her every day, supporting her. Thank you so much. I want to thank Sumodha Chachin at this time for taking the time, even at this time of risk. I called him and he agreed right away, and he came and he's been supporting, he's been helping throughout all this. I want to thank you, Sumodha Chachin, for taking this video for us so we could keep a memory of him. And I also want to thank his team. Thank you. I want to thank all the staff of Lamb Funeral Home, especially Jim. Ever since day one, he's been supporting me, explaining everything to me, just making sure everything went perfect for my dad. So thank you, Jim, and all the staff of Lamb Funeral Home. And especially all the doctors, the nurses of Holy Redeemer Hospital. They gave Daddy great care. They supported him. They gave him love, and they made sure he wasn't in distress. He made sure he was in peace. They made sure he was comfortable. So thank you, all of you. And everyone who sent their condolence videos. Thank you for taking your time to speak a few words about my dad. We'll always remember that. And lastly, thank you everyone who joined us here today, especially on the live stream. Thank you for your love, care, and support. And all those who I haven't mentioned, I just want to say that on behalf of my family, on behalf of Daddy, thank you. Please keep us in your prayers, and I hope you all keep safe. Thank you. പ്രിയപ്പെട്ട ജോണിച്ചാൻ്റെ സംസ്കാര ശുശ്രൂഷയുടെ അവസാന ഭാഗത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. പ്രത്യേകിച്ച് അഭിനന്ദിയ ഡോക്ടർ ഐസക് മാർ ഫെലിക്സോസ് എപ്പിസ്കോപ്പ തിരുമേനി, ഭദ്രാസന എപ്പിസ്കോപ്പ തിരുമേനി തൻ്റെ കണ്ടോളൻസ് ഈ ഫാമിലി അറിയിക്കണം എന്ന് അറിയിച്ചിട്ടുണ്ട്. നോർത്ത് അമേരിക്ക യൂറോപ്പ് ഭദ്രാസന എപ്പിസ്കോപ്പ അഭിനന്ദിയ ഡോക്ടർ ഐസക് മാർ ഫെലിക്സോസ് എപ്പിസ്കോപ്പ തിരുമേനിയുടെ പേരിലുള്ളതായ അനുശോചനം കുടുംബത്തെ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഭദ്രാസന സെക്രട്ടറി ബഹുമാനപ്പെട്ട മനോജ് ഡെക്ലച്ചൻ്റെ പേരിലും കുടുംബത്തിൻ്റെ പേരിലുമുള്ളതായ അനുശോചനവും ഈ സമയത്ത് അറിയിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ ക്രിസ്തോസ് ഇടവകയുടെ പേരിലുള്ളത് എല്ലാ കുടുംബത്തിൻ്റെയും പേരിലുള്ളതായ അനുശോചനം അറിയിക്കുകയാണ്. അവസാനമായി ഫാമിലി മെമ്പേഴ്സിന് ബൈ പറയാനായിട്ടുള്ള സമയമാണ്. അതിനുശേഷം ജെയ്സൺ മുഖം മൂടും. അതിനുശേഷം കാസ്കറ്റ് നമ്മൾ ക്ലോസ് ചെയ്ത്
തുടർന്നുള്ള ശുശ്രൂഷയ്ക്കായിട്ട് ഫോറസ്റ്റ് ഹിൽ സെമിട്രിയിലേക്ക് പോവുകയും ചെയ്യുന്നതായിരിക്കും. ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. പരിമിതമാമി ലോകത്തിൽ കടമകളെല്ലാം തീരുന്നേ. പരമപിതാവിൻ ചാരത്ത് പുതിയൊരിടം ഞാൻ തേടുന്നേ. നെറുകയിലൊടുവിൽ മുത്തുമ്പോൾ കരയരുതേ നീ പിടയരുതേ. മൃതിതൻ പടികൾ കയറുമ്പോൾ തുണതരണേ നിൻ പ്രാർത്ഥനയാ. സ്മൃതികളിലെന്നെ ചേർക്കേണേ ഒരു പിടി മണ്ണിൽ പൊതിയുമ്പോൾ. ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. പരിമിതമാമി ലോകത്തിൽ കടമകളെല്ലാം തീരുന്നേ. പരമപിതാവിൻ ചാരത്ത് പുതിയൊരിടം ഞാൻ തേടുന്നേ. ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. സ്നേഹം തന്നോരൻ പ്രിയരെ ദേഹം വെടിയും നേരത്ത് മിശിഹ തന്നുടെ നാമത്തിൽ നന്ദി പറഞ്ഞു മടങ്ങട്ടെ. നന്ദി പറഞ്ഞു മടങ്ങട്ടെ. നന്ദി പറഞ്ഞു മടങ്ങട്ടെ. എന്തു ഖേദം ഈ
കാഴ്ച അതിദുഃഖം ചിന്തയിലേറ്റം വെന്തുരുകോം സോദരരെ എന്തിങ്ങനെ മർത്യകുലം മൃത്യുവാനുഭവിച്ചിടുന്നു ചന്തമേറുമേനിയാകെ ചീഞ്ഞഴിഞ്ഞു ദ്രവിച്ചിടുന്നു മാനിച്ചവനെ മണ്ണിലെ കയക്കുന്നു സ്നേഹിച്ചവനെ ശോകത്തോടക്കുന്നു സ്നേഹിതാർ ബന്ധുക്കൾ എല്ലാമാകെ മുറയിടുന്നു പൂഴിക്കും പുഴുവേനും ഇരയാവാനയക്കുന്നു നാഥ നിന്റെ വരവെങ്കൽ ഞങ്ങൾക്കു താതാ തരിക സന്തോഷം മോക്ഷവും എന്നേക്കും ഞങ്ങൾ നിന്റെ തിരുമുൻപിൽ ആനന്ദേ ചാലേലൂയ പാടി സ്തുതിച്ചിടുവാൻ കൃപയരുക. ഒടുവിലത്തെ ദിവസത്തിന് നിത്യജീവനായി ഉയർത്തുന്നേക്കുമുള്ള പ്രത്യാശയോടെ ഈ ശരീരത്തെ ഞങ്ങൾ മണ്ണിലേക്ക് ഏൽപ്പിക്കുന്നു. അതിനുള്ളിൽ പലതരം ബലവാന്മാരും പ്രവേശിച്ചിരുന്നു. പലതരം മല്ലന്മാരും അതിൽ പാർക്കുന്നുണ്ടായിരുന്നു. അവരുടെ കാലടികൾ നാശത്തിലേക്ക് മറിച്ചിടപ്പെട്ടിരുന്നു. അപ്പോൾ ഞാൻ അതിനരികിലിരുന്ന് കരഞ്ഞുകൊണ്ട് സങ്കടത്തോടും നെടുവീർപ്പോടുകൂടെ എൻ്റെ ദേഹിയോട് ഇപ്രകാരം പറഞ്ഞു, ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ. സൗന്ദര്യമുള്ളവർ തങ്ങളുടെ സൗന്ദര്യത്തിൽ ആഹ്ലാദിക്കുന്നത് എന്തിനാ? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ. രാജാക്കന്മാരും ധനവാന്മാരും തങ്ങളുടെ ധനത്തെ പറ്റി അഹങ്കരിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ. വിദ്വാൻമാർ തങ്ങളുടെ വിദ്യയിൽ പുകഴുന്ന എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ. ജ്ഞാനികൾ തങ്ങളുടെ ജ്ഞാനത്തിൽ പ്രശംസിക്കുന്ന എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ. അധികാരികൾ തങ്ങളുടെ ശക്തിയിൽ നിഗളിക്കുന്ന എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ. യവനക്കാർ തങ്ങളുടെ സാമർത്ഥ്യത്തിൽ ചാഞ്ചാടുന്ന എന്തിന്? ദൈവിക സംഗീതക്കാരനായ ദാവീദേ, നിന്റെ കിന്നരങ്ങളോടുകൂടെ നീ വന്ന് മനുഷ്യൻ താൽക്കാലികനാകുന്നുവെന്നും അവന്റെ ദിവസങ്ങൾ ആവി പോലെ മാഞ്ഞു പോകുന്നവയാകുന്നുവെന്നും പറമ്പിലെ പുഷ്പം പോലെ പൂത്തുവാടിപ്പോകുന്നുവെന്നും അവയിൽ പാടി ഞങ്ങളെ കേൾപ്പിക്കാം. ഇത് നിമിത്തമായി മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവനെ നിനക്ക് സ്തുതി. സകലത്തിന്റെയും ഉടയവനായ ദൈവത്തിന് സ്തുതി എന്ന് നാം ഉച്ചത്തിൽ പറയണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവമേ നിനക്ക് സ്തുതി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവമേ നിനക്ക് സ്തുതി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവമേ നിനക്ക് സ്തുതി. നമ്മുടെ വിശ്വാസ പ്രമാണം നമുക്ക് ഏറ്റു പറയാം. പിതാവായ സർവശക്തനായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സ്ഥലത്തിന്റെ സൃഷ്ടാവായ സത്യത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകനും പ്രകാശമുള്ള പ്രകാശവും സത്യമുള്ള സത്യദൈവവും ജന്യദൃഷ്ടിയില്ലാത്തവനും പിതാവിനോട് ഏത്തമുള്ളവരും സലസുകുമാരനുമാരും മനുഷ്യരാജ്യങ്ങൾക്ക് ഞങ്ങൾ രക്ഷിക്കാൻ വേണ്ടി സർവ്വത്തിറങ്ങി വിശ്വവാൽ കരുമരാജ മനുഷ്യനായി ആളുകളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട കർഷകനുവെച്ച് മരിച്ചെടുക്കപ്പെട്ട തിരുവനന്തപുരം മൂന്നാം ദിവസം ഉയർന്നേറ്റ് സർവ്വത്തിലേക്ക് കയറി പിതാവിനുള്ളതുമാതിരിക്കുന്നവനും അവസാനമില്ലാതെ രാജ്യമുള്ളവരും ജീവിച്ചിരിക്കുന്നതിനെ മരിച്ചതിനെ മെതിപ്പാൻ ഒരു മഹാപ്രഭാതം വരവരിക്കുന്നതുമായ
യേശുവിശുദ്ധ കർത്താവ് ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽപ്പെട്ട പിതാവിനോട് പുത്രനോട് ബന്ധിക്കപ്പെട്ട സ്തുതിക്കപ്പെട്ടവനും ദിവ്യമാനസനുമായ സംസാരിച്ചനുമായ ജീവനും വിശുദ്ധനുമായും കാതോലിക അപ്പസ്തോലികമായ ഏകവിശുദ്ധ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള മാമോദീസ ഒന്നുമാതങ്ങളേറ്റ് പറഞ്ഞ മരിച്ചുയർത്തേപ്പിനും ഗുരുവായൂർ ലോകത്തിന്റെ പുതിയവനും ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. ആമീൻ. മാർക്കുമാർ സമൻകാലോ ഒരു നിമിഷം കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ജോണിക്കുട്ടിച്ചാന്റെ ധന്യകരമായ ജീവിതത്തിനായി നന്ദിയോട് സ്തോത്രം. നിന്റെ മകന്റെ വിശ്വാസ ജീവിതത്തിനായി നിന്നെ മഹത്വപ്പെടുത്തുന്നു. ദൈവത്തിലുള്ള ആശ്രയത്തിനായി നന്ദിയോട് സ്തോത്രം. കർത്താവെ, കഴിഞ്ഞ നാളുകളിൽ രോഗത്തിന്റെ പ്രയാസങ്ങളിലൂടെ കഷ്ടതകളിലൂടെ കടന്നുപോയി. എന്നാൽ രോഗമില്ലാത്ത കഷ്ടതയില്ലാത്ത നിത്യതയുടെ അനുഭവത്തിലേക്ക് പ്രിയദാസനെ നീ അവിടുന്ന് വിളിച്ച് അടുപ്പിച്ചതിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ കർത്താവെ ഞങ്ങളെ വിട്ട് കടന്നു പോകുമ്പോൾ ഞങ്ങളുടെ രക്തത്തിന് രക്തവും മാംസത്തിന് മാംസവുമായിരുന്നവർ, ഞങ്ങളെ സ്നേഹിച്ചവരും കരുതിയവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരുമൊക്കെ ഞങ്ങളെ വിട്ട് കടന്നു പോകുമ്പോൾ ഞങ്ങൾക്ക് അതിയായ ദുഃഖവും വേദനകളൊക്കെ ഉണ്ട് കർത്താവെ. എന്നാൽ ഉയർത്തെഴുന്നേറ്റ കർത്താവെ, ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തുന്നേക്കും എന്നുള്ള വലിയ പ്രത്യാശയോടുകൂടി കർത്താവെ ഭൂമിയിൽ തുടർന്നും ജീവിപ്പാൻ നിന്റെ മക്കളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എലിസബാബയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ മകളോട് നീ അവിടുന്ന് കരുണ കാണിക്കണമേ. കർത്താവെ, നീ അവിടെ ധൈര്യപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. പ്രിയപ്പെട്ട ദാസന്റെ വേർപാട് നിന്റെ മകൾക്ക് വളരെ വേദനയും വലിയ നിരാശകളിലൂടെ കടന്നു പോകുമ്പോൾ സ്വർഗത്തിലെ ദൈവം കൂടെ ഇരുന്ന് ശക്തീകരിച്ച് ബലപ്പെടുത്തി ഭയപ്പെടേണ്ട, ഞാൻ കൂടെയുണ്ട് എന്നുള്ള വലിയ ധൈര്യത്തോടുകൂടി തുടർന്നും കർത്താവെ ജീവിതം മുൻപോട്ട് നയിപ്പാൻ നിന്റെ മകളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജെയ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ നാളുകളിലൊക്കെ നിന്റെ മകനെ നീ അവിടെ ധൈര്യപ്പെടുത്തി ശക്തീകരിച്ച് ഇത്രത്തോളം ബലപ്പെടുത്തനായ നിന്നോട് സ്തോത്രം. തന്റെ പിതാവ് കാണിച്ചു തന്നതായ നല്ല മാതൃക പിൻപറ്റുവാൻ പ്രിയ പൈതലിനെ നീ അവിടെ തുടർന്നും ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജിപിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നാട്ടിലായിരിക്കുന്നല്ലോ, നിന്റെ മകളെ നീ അവിടുന്ന് ബലപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജനീഷയെ പ്രത്യേക കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, നിന്റെ മകളോട് കൂടെ ഇരിക്കണമേ. അവളുടെ വേദന, നിരാശ, അവളുടെ ദുഃഖമെല്ലാം നീ അറിയുന്നല്ലോ. സ്വർഗത്തിലെ ദൈവമേ, നീ ഇവിടുന്ന് ആശ്വസിപ്പിക്കണമേ, നീ കൂടെ ഇരിക്കണമേ. ദൈവമായ കർത്താവേ, നിന്റെ മക്കൾക്ക് മുൻപോട്ട് യാത്ര ചെയ്യുമ്പോൾ ലോകത്തിലെ പിതാവില്ല എങ്കിലും ഈ ശുശ്രൂഷയിലൊക്കെ വ്യാപരിച്ച ദൈവകൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം. വിദൂരതയിലിരുന്നും ചാരത്തുമൊക്കെ ഇരുന്ന കർത്താവെ കണ്ടോൾസസ് ഒക്കെ പറഞ്ഞ എല്ലാവരും ഞങ്ങൾ ഓർക്കുന്നു. ആശ്വാസ വചനങ്ങൾ പറഞ്ഞ എല്ലാവരും ഞങ്ങൾ ഓർക്കുന്നു. ദൈവമായ കർത്താവെ, നീ അവിടുന്ന് ഞങ്ങളെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ. ഹല്ലേലൂയ പാടി വീണ്ടും കാണാമെന്നുള്ള വലിയ പ്രത്യാശയോടുകൂടി പ്രിയപ്പെട്ട ദാസനെ യാത്ര പറയുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിന് നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറയുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കണം. മഹത്വം അവിടെ നടക്കണം നാഥ. യേശു മിശിഹാ മൂലം ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ദയതോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. ആകാശവും ഭൂമിയും സൃഷ്ടികർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ശുശ്രൂഷയിൽ ഞങ്ങളോടുകൂടി ഒരുങ്ങുന്ന സംബന്ധിച്ചുള്ള നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവം ബലഹീനതയും കുറവുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ തന്നെ സിംഹാസനം മുൻപാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ഈ ശുശ്രൂഷ ഇവിടെ പൂർണ്ണമായിരിക്കുന്നു. ഇന്ന് ശുശ്രൂഷയിൽ എന്നോടൊപ്പം സംബന്ധിച്ച പ്രിയപ്പെട്ട തോമസ് കെ മാധവച്ചനോടുള്ള പ്രത്യേക നന്ദിയും സ്നേഹവും പ്രത്യേകമായി അറിയിക്കുന്നു. വിവിധ ഇടങ്ങളിലിരുന്ന് കണ്ടോൾസ് മെസ്സേജ് തന്ന് ആശ്വാസം പകർന്ന എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും ഈ ക്രമീകരണങ്ങളിലൊക്കെ വ്യാപരിച്ച ദൈവകൃപയ്ക്കായിട്ടും ദൈവത്തിന് സ്തോത്രം. ഇതിലൊക്കെ എല്ലാ ക്രമീകരണങ്ങളിലും അതിനാവശ്യമുള്ള നേതൃത്വം നൽകിയ കുടുംബാംഗങ്ങളോടും എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും ഒരു പ്രാവശ്യം കൂടെ അറിയിക്കുന്നു. മണ്ണാകുമീ ശരീരം മണ്ണോടു ചേർന്നാലുമേ, മണ്ണാകുമീ ശരീരം മണ്ണോടു ചേർന്നാലുമേ, കാഹളം ധ്വനിച്ചിടുമ്പോൾ തേജസ്സിലുയർക്കുമേ, കാഹളം ധ്വനിച്ചിടുമ്പോൾ തേജസ്സിലുയർക്കും.
എങ്ങനെ വാഴ്ത്തിടുമേ. എൻ പ്രിയന്മാർവിൽ ഞാൻ ചാരും നേരത്തിൽ, എൻ പ്രിയന്മാർവിൽ ഞാൻ ചാരും നേരത്തിൽ, ഹായെന്തോരിൻപമെന്തു മധുരം വർണ്ണ്യമല്ലഹോ, ഹായെന്തോരിൻപമെന്തു മധുരം വർണ്ണ്യമല്ലഹോ. ഈ ലോക ജീവിതം പുല്ലിനു തുല്യമേ, ഈ ലോക ജീവിതം പുല്ലിനു തുല്യമേ. വാടിപ്പോകും പൂവ് പോലെ മാഞ്ഞു പോകുമേ, വാടിപ്പോകും പൂവ് പോലെ മാഞ്ഞു പോകുമേ. ഈ പാഴുലോകത്തിൽ ആശയെന്തഹോ, ഈ പാഴുലോകത്തിൽ എനിക്കാശയെന്തഹോ. പഞ്ഞി പോൽ പറന്നു പോകും മായലോകമേ, പഞ്ഞി പോൽ പറന്നു പോകും മായലോകമേ. ഹായെന്താനന്ദം, ഹായെന്തു മോഹം